ആൾക്കാർ പറയും നിൻ്റെ പഴയ ഓർമ്മകളൊക്കെ എടുത്ത് കളയാൻ, ഡിലീറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമ്മുടെ ഓർമ്മകൾ എങ്ങനെയാണ് നമ്മൾ എടുത്ത് കളയുന്നത്? ഈവൻ സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട്. മറ്റേ ഇത് പറ്റത്തില്ല, ഇത് ഫേക്കാണ്, ചെകുത്താനാണ്, പിശാചാണ്, ഇവരെന്തോ മാജിക്കാണ്, മന്ത്രമാണ്. എൻ്റെ ഇത് വീഡിയോയുടെ അടിയിൽ തെറിയുടെ ബഹളം ഇടുന്ന ആൾക്കാരുണ്ട്. പ്രശസ്ത ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ജിനൂസ് ജെയിംസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. വളരെ വ്യത്യസ്തനായ ഒരു അതിഥിയുടെ മുന്നിലിരിക്കുന്ന ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത്. കാരണം നമ്മൾ ഇത്രയും കാലം എടുത്ത ഒരു മേഖലയിൽ നിന്നൊക്കെ മാറി ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക്. ആ കൗതുകവും ഒക്കെ ആ ചോദ്യങ്ങളിൽ ഉണ്ടാവും എന്ന് വിചാരിക്കാം. അപ്പോ ഈ പറഞ്ഞ പോലെ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസം സ്യൂഡോ ഹിപ്നോതെറാപ്പിസവും തമ്മിൽ ഒരു വേർപിരിയുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അതെങ്ങനെയാണ് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ശരിക്കും ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറഞ്ഞാൽ ശരിക്കും സയന്റിഫിക്കലി നമ്മൾ ഒരു ഹീലിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന തെറാപ്പിയാണ്. നമ്മൾ സൈക്കോതെറാപ്പി എന്നൊക്കെ പറയുന്നതിൻ്റെ വേറൊരു വേർഷനാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. പിന്നെ ഹിപ്നോട്ടിസം ഉണ്ട്, ഹിപ്നോതെറാപ്പി ഉണ്ട്. ഹിപ്നോതെറാപ്പി എന്നൊക്കെ പറയുമ്പോഴേക്കും അത് നമുക്ക് സയന്റിഫിക്കലി അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒതൻറ്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. ഈ സ്റ്റേജ് ഷോസ് ഉണ്ട്, ഈ ഹാലൂസിനേഷൻ കൊടുക്കുന്ന ചിലർ. ഇപ്പോൾ കണ്ണ് തുറന്ന് കഴിയുമ്പോൾ വേറെ ആളെ കാണുക, ഒരുപാട് ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ മീഡിയയിൽ കാണുന്ന ഒരുപാട് സംഭവമുണ്ട്, സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു സ്റ്റേജ് പെർഫോമൻസ്, എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ മാത്രമേ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോഴേക്കും പ്യൂർലി അവരുടെ ഏജ് റിഗ്രഷൻ തൊട്ട്, എന്ന് വെച്ചാൽ ചെറുപ്പകാലങ്ങൾ തൊട്ടുള്ള പ്രശ്നങ്ങളെ എടുത്ത് അവരുടെ ബേസിക് ഒരു റൂട്ട് ഉണ്ടാവും. ഏത് പ്രോബ്ലത്തിനും ഒരു റൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ റൂട്ട് കണ്ടുപിടിച്ച് അതിനെ ഹീൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ചോദിക്കട്ടെ, ഇപ്പൊ മെന്റലിസം നമ്മൾ വേറൊരു പോർഷൻ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്യൂഡോ ഹിപ്നോതെറാപ്പിസം രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മൾ സ്റ്റേജ് ഷോകളൊക്കെ കാണുന്നത്. അതിലാണ് ആളുകൾ മാജിക് ആണ് അല്ലെങ്കിൽ അതൊരു കൺകെട്ട് വിദ്യയാണ് എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്നൊക്കെ മാറി ഇതിനെ ഒരു നമ്മുടെ മാനസികമായ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങളൊക്കെ മാറാൻ ഇത് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതിന് എത്രത്തോളം ആളുകൾക്ക് ഇത് മനസ്സിലാകും എന്ന് എനിക്കറിയില്ല. അതിനെ എങ്ങനെയാണ് ഉപയോഗിച്ചു തുടങ്ങിയത്, ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്? കേരളത്തിലൊരു പ്രശ്നം, നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടുതലും ഇതിനെ ഡൈജസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പണ്ട് സിനിമകളിൽ കണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഹിപ്നോട്ടിസം, ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു സിനിമകളിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ അത്രേ ഉള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നത്. മിക്ക ആളുകളും ഇതാണ്. പിന്നെ സ്റ്റേജിൽ കാണിക്കുന്ന പെർഫോമൻസ് മുഴുവനും ഈ പറയുന്ന ഹിപ്നോസിസ് ആണെങ്കിലും മെൻ്റലിസം ആണെങ്കിലും, ഹിപ്നോസിസ് എൻ്റർടൈൻമെൻറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ പറയുന്ന മെൻ്റലിസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എൻ്റർടൈൻമെൻ്റ് ആണ്, ഒരു എൻ്റർടൈൻമെൻറ്റ് ആർട്ടാണ്. ആൾക്കാർ രസകരമാക്കാൻ വേണ്ടി ഒരു എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവം തന്നെയാണ്. ഇതിൻ്റെ കൂടെ ഹിപ്നോസിസം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വേറിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ പബ്ലിക്കിനൊരു കൺസേൺ ഉണ്ട്. ഈ ഹാലൂസിനേഷനൊക്കെ ചെയ്ത ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നതും പറഞ്ഞ പോലെ തന്നെ ചെയ്യുമ്പോൾ ഇതെന്തോ വേറെ സ്യൂഡോ ആണ്, ഇതിനകത്ത് വേറെ സയൻസ് ഇല്ല, ഇത് ശരിക്കും വർക്കാവില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷേ എൻ്റെ ഒരു തെറാപ്പിക്ക് വരുന്ന ആളുകൾ ഇപ്പോൾ ഞാൻ ഒരു 1.5 മാസത്തോളം ബുക്കിംഗ് എടുത്തിട്ട് ആൾക്കാർ വരുന്നത്. അത് പറയാൻ കാരണം ആൾക്കാർക്ക് നീഡുള്ള ആളുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിലുണ്ട്, നീഡില്ലാത്ത ആളുകളുമുണ്ട്. നീഡില്ലാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ഇതിനെ കുറ്റം പറയാനും ഇതിനെപ്പറ്റി അറിവില്ലാത്ത കാര്യങ്ങൾ പറയാനും ഉള്ള ആളുകളുണ്ട്. കാരണം ഇത് പഠിക്കണമെങ്കിൽ അത്ര ഈസി അല്ല. അതാണ് പെട്ടെന്ന് ആൾക്കാർക്ക് എത്താൻ പറ്റാത്തൊരു സ്റ്റേജ് ആണ്. കാരണം ഇതിനൊരു കൃത്യ സോഴ്സ് കിട്ടണ്ടേ, അതായത് ക്ലിനിക്കലി ഇത് ചെയ്യണം എന്നുള്ളൊരു സോഴ്സ് കിട്ടണം. അതാണ് ബുദ്ധിമുട്ട്. നോർമലി ഇത് സൈക്കോളജി MSc BSc MSc ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത് അല്ലേ? അല്ലെ, അതിലേക്ക് ആ പഠനം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പൊ നമുക്ക് ഇന്ത്യയിൽ എത്രത്തോളം ഇതിനൊരു സാധ്യതയുണ്ട്, ഈ പഠന സാധ്യതകൾ, ഇതിൽ പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുണ്ടോ, ഇതിനെക്കുറിച്ചൊന്നും ആളുകൾക്ക് അത്ര അവയർനെസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിൽ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പി പഠിക്കാൻ സ്ഥാപനങ്ങളില്ല എന്നുള്ളതാണ്. ശരിക്കും ഒതന്റിക് ആയിട്ട് പഠിക്കാനുള്ള സ്ഥാപനങ്ങൾ 1-2 വിരളമായ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് മൊത്തം പുറം രാജ്യങ്ങളിലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുന്ന് ആളുകൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പുറത്തു പോകുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിവിടെ എല്ലാ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്, പലതരം അസുഖങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. പക്ഷേ അത്യാവശ്യം ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾ ഒരിക്കലും ഇന്ത്യയിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പുറത്തേക്ക് പോകുന്നവരുണ്ട്. പുറത്തും കൂടെ വരുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ പുറത്തേക്ക് പോകുന്നുണ്ട് കാരണം അവിടെ എന്തോ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ്. ഇതേ സെയിം സംഭവം തന്നെയാണ് മെൻ്റൽ ഹെൽത്ത് റിസർച്ചിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇന്ത്യനേക്കാളും കൂടുതലും മറ്റ് രാജ്യങ്ങളാണ്. ഇന്ത്യയിൽ ഞാൻ പറയുകയാണെങ്കിൽ വളരെ സീറോ ആണ് ഞാൻ പറയും. നമുക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതിനെ പറ്റി ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. സമീപകാലങ്ങളിൽ കുറേയൊക്കെ മാറ്റം വന്നതായിട്ട് തോന്നിയിട്ടില്ലേ? ഇപ്പൊ കുറച്ച് ചേഞ്ച് വരുന്നുണ്ട്, ഇപ്പൊ കുറച്ച് ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം ഇല്ല. നമ്മൾ ഹാപ്പിനെസ് ഇൻഡെക്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഫാമിലിയിൽ എടുത്തു കഴിഞ്ഞാലും ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ റേഷ്യോ എപ്പോഴും താഴെ ആയിരിക്കും. കാരണം ഫാമിലിയിൽ
ഹസ്ബൻഡ്, വൈഫ്, കുട്ടികൾ എല്ലാവർക്കും ഒരു ചെറിയൊരു പ്രശ്നങ്ങളുണ്ടായും ഒരു മനസമാധാനം എന്ന് പറയുന്ന സംഭവമില്ല. ഹാപ്പിനെസ് ഇൻഡെക്സ് പറഞ്ഞാൽ അപ്പോൾ താഴെയാണ് നമ്മുടെ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യത്ത് ഇങ്ങനെ ഒരു ഹിപ്നോതെറാപ്പി പോലെയുള്ള സംഭവം പഠിച്ച് റിസർച്ച് ചെയ്ത് അതിനെ പറ്റിയുള്ള കോഴ്സുകൾ കൊടുക്കുന്നുണ്ട്. എക്സ്പെൻസീവ് ആണ് പഠിക്കണമെങ്കിൽ, അത് അവർക്കറിയാം, അതിന് നീഡ് അറിയാം. അപ്പോൾ അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയിട്ട് രാജ്യത്ത് പോയി നമ്മുടെ ഇവിടെ തെറാപ്പി ചെയ്യാൻ ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ ദ നീഡ് ഈസ് ഹൈ. കാരണം അതിൻ്റെ വാലിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഹൈ ആണ്. നമ്മളിവിടെ മാത്രം നമ്മൾ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ജിനുവിന്റെ പഠനമൊക്കെ എവിടെയാണ്, അതിനെക്കുറിച്ച് എങ്ങനെ ഒന്ന് പറയാം? ഞാൻ പഠിച്ചത് അമേരിക്കൻ ഹിപ്നോസിക് അസോസിയേഷൻ, പിന്നെ UK കോളേജ് ഹിപ്നോതെറാപ്പി. അത് ഇന്ത്യയിലുണ്ടോ? ഇല്ല, ഇന്ത്യയിലുണ്ട്. UK പഠിച്ചതാണ്. ഓക്കെ. ഓ, അതൊരു വലിയ സ്ട്രഗിൾ ആയിരിക്കുമല്ലോ. ഇടുക്കിയിൽ നിന്ന് ഒരു ഇടുക്കിക്കാരൻ അവിടെ വരെ പോയി അല്ലേ? ഇടുക്കി അങ്ങനെ മാറ്റി നിർത്തിയതല്ല കേട്ടോ, ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഇനി പ്രാദേശികമായിട്ട് കാണണ്ട, എന്നാലും അല്ലേ, നാം തീർത്തും ഗ്രാമപ്രദേശത്തു നിന്ന് ഒരാള് അവിടെ എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് എനിക്കറിയാം. ബുദ്ധിമുട്ടാണ്. ഗ്രാമപ്രദേശം തന്നെയാണ്. കാരണം എൻ്റെ പാറത്തോട് എന്ന് പറയുന്നൊരു ഗ്രാമമാണ്. ഐ ആം റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഈ പണ്ടൊക്കെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഈ എഴുത്തുകാരും സേജസും മുനിമാരൊക്കെ വരുന്നത് മലമുകളിൽ നിന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ വലിയ ആളുകളൊക്കെ എഴുതി വന്നത് മലമുകളിൽ നിന്നാണ്. അപ്പം ഞാനും മലമുകളിൽ നിന്ന് വന്നെന്ന് പറയുന്നത്. അപ്പൊ അവിടേക്കുള്ളൊരു യാത്ര പറയാമോ? എങ്ങനെയാണ് പഠനത്തിലേക്കൊക്കെ എത്തിയത്? ഞാൻ മെഡിക്കൽ ഫീൽഡിൽ പഠിച്ചു. അതിനുശേഷം എനിക്കത് തൃപ്തി ഉണ്ടായില്ല, നോട്ട് സാറ്റിസ്ഫൈഡ്. പിന്നെ ഞാൻ MSW കഴിഞ്ഞപ്പോഴേക്കും കൗൺസിലിംഗിൽ ഇരുന്നു. ഈ കൗൺസിലിംഗ് ഇരിക്കുമ്പോൾ നമുക്കറിയാം, കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ അതിനകത്തൊരു എന്തോ നമ്മൾ കൗൺസിലിംഗ് ചെയ്തിട്ട് ഇവിടെ നെക്സ്റ്റ് ഡേ വീണ്ടും പഴയ പ്രശ്നമായിട്ട് വരും. അപ്പോൾ കുറേ സിറ്റിംഗ് കഴിയുമ്പോഴേക്കും ആൾക്കാർ വീണ്ടും പ്രശ്നമായി. അപ്പോൾ ഇതിന് എന്തൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചു ഈ സമയത്താണ് ഹിപ്നോസിസിലേക്ക് പതുക്കെ ചാടിയത്. അങ്ങനെയാണ് ഞാൻ ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിയുടെ ഡീറ്റെയിൽ പഠിച്ച് അതിലേക്ക് വേണ്ടി ഞാൻ ഇറങ്ങി തിരിച്ച് പൈസ മുടക്കി തന്നെ പഠിച്ച് US പഠിച്ചത് 9 ലക്ഷം രൂപയാണ് പഠിക്കുന്നത്. ഒറ്റ വർഷത്തെ കോഴ്സാണ്. UK കോളേജിൽ പഠിക്കണമെങ്കിൽ 4.25 ലക്ഷം രൂപയാണ്. ഇത്രയും പൈസ മുടക്കാവും ഞാൻ പറയാൻ കാരണം അപ്പൊ ആ ഇനീഷ്യേറ്റീവ് എടുക്കണം. അത് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് വർത്താണ്. പക്ഷെ അത് പഠിച്ചെടുക്കണമെങ്കിൽ നല്ല സ്ട്രെയിൻ ഉണ്ട് എന്നുള്ള ഒരു വാസ്തവം കൂടിയാണ്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ചോദിക്കാം, ഇപ്പൊ സൈക്കോളജി പരമായിട്ടുള്ള കൗൺസിലിംഗ് പരമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാം. ജിനു പറഞ്ഞ പോലെ പലപ്പോഴും നമുക്കൊരു ഫുൾ ആൻസർ അല്ലെങ്കിൽ ഫുൾ സൊല്യൂഷൻ ഉണ്ടാവാറില്ല അല്ലെ? വീണ്ടും പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും, അല്ലെ നമ്മൾ പലതവണ ഒരാളെ തന്നെ അല്ലെ മാറി മാറി കുറെ ആളുകളുടെ അടുത്ത് പോകേണ്ടി വരുന്ന സാഹചര്യം. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ, അതായത് ഹിപ്നോതെറാപ്പിസം കൊണ്ട് ഇത് കംപ്ലീറ്റ് ക്യൂർ ആകും എന്ന് നമുക്കൊരു ഉറപ്പ് പറയാൻ പറ്റുമോ? ഒരിക്കലും ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തി ഹിപ്നോട്ടൈസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ വരുന്ന ആളിന്റെ നീഡാണ്, അയാൾക്ക് എന്താണോ ആവശ്യം അങ്ങനെയുള്ള ആളുകൾ വന്നാലേ തെറാപ്പി ചെയ്യാൻ പറ്റുള്ളൂ. ചില ആളുകൾ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹിപ്നോസിസ് പഠിക്കാനും ഈ പറയുന്ന പോലെ തെറാപ്പി ചെയ്യാനൊക്കെ വരുന്നവരുണ്ട്. എനിക്കറിയാം, നമുക്ക് വരുമ്പോൾ തന്നെ അറിയാം അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാം. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ശരിക്കും ഇത് വർക്ക് ആവില്ല. ഇത് അവരുടെ ആവശ്യമല്ല, എൻ്റെ ആവശ്യം പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത്. അങ്ങനെയല്ലത് ശരിക്കും. അപ്പോൾ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. അതിനെ കണ്ടുപിടിച്ച് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വരുന്ന ആളുകളുണ്ട്. എൻ്റെ ടെസ്റ്റിമോണിയൽസ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഒരുപാട് പേരുണ്ട്. ആ ടെസ്റ്റിമോണിയിൽ തന്നെ എനിക്കൊരു പ്രൂഫാണ്, പറയാൻ പറ്റും. ഹീലിംഗ് വരെ നടക്കുന്നുണ്ട്. ഞാനൊരു വലിയ അത്ഭുതം നടത്തുന്ന ഹീലർ ആണെന്നും ഞാൻ പറയുന്നില്ല, ഞാനല്ല. പക്ഷേ അവരുടെ മനസ്സുകൊണ്ട് അവർ ചെയ്യുന്ന സംഭവം മാത്രമേ ഉള്ളൂ. അവിടെയാണ് എന്റെ സംശയം. അതായത് നമുക്ക് ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷൻ പറയുന്ന പോലെ നമ്മൾ പറയുന്ന നമ്മൾ ചിന്തിക്കുന്നത് സംഭവിക്കുമെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ എല്ലാ സ്ഥലത്തും ലോ ഓഫ് അട്രാക്ഷൻ വർക്കിംഗ് അല്ലാന്ന് നമുക്കും അറിയാം. എല്ലാ സ്ഥലത്തും പോസിബിൾ ആവില്ല 100%. പക്ഷെ അതുപോലെ ഹിപ്നോതെറാപ്പിസം എന്നുള്ള ഒരു കാര്യം കൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഒരു 100% നമുക്ക് ഒരു വ്യക്തിയിൽ വില്ലിംഗ് ആയിട്ട് വരുന്ന ആളുടെ കാര്യം ഞാൻ പറയുന്നത്, വില്ലിംഗ് അല്ലാത്തവരുടെ കാര്യം മാറ്റി നിർത്ത്, ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു ക്ലിനിക്കലി എത്തുന്ന ഒരാൾക്ക് എൻ്റെ ആവശ്യം ഇതാണ്, അല്ലെ എൻ്റെ പ്രശ്നം ഇതാണ്. ചിലപ്പം ആളുടെ പ്രശ്നം അത് തന്നെ ആവണമെന്നും ഇല്ലല്ലോ. നമ്മൾ കണ്ടെത്തി വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അതായിരിക്കണമെന്നില്ല റീസൺ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഒരു ഫ്രഷ് ആയിട്ട് ഒരു റീസ്റ്റാർട്ട് ചെയ്യാൻ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണോ പറയുന്നത്? ഉറപ്പായിട്ടും പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ഈ തെറാപ്പി ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ടായിരിക്കും പറയുന്നത്. എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്, അല്ലെങ്കിൽ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് ഇഷ്യൂ ആണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇവർ പറഞ്ഞതായിരിക്കത്തില്ല റിയലി റീസൺ തെറാപ്പി ചെയ്യുമ്പോൾ. അപ്പോൾ അത് ആ ഇഷ്യൂവിനെ നമ്മൾ പുറത്തെടുത്ത് കംപ്ലീറ്റ് കവർ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ദേ ആർ പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. കാരണം ആ പ്രോബ്ലത്തിൽ നിന്ന് അവർ പുറത്ത് ചാടി പിന്നെ ഇതിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ആ ഇഷ്യൂവിനെ മാത്രം നമ്മൾ അഡ്രസ്സ് ചെയ്യും.
ഇത് ഹിപ്നോതെറാപ്പി എന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സല്ല. 21 to 42 ഡേയ്സിൻ്റെ ഒരു സർക്കിൾ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഫസ്റ്റ് വിസിറ്റ്, പിന്നെ ഇത്ര ദിവസങ്ങൾക്ക് ശേഷം അടുത്തൊരു വിസിറ്റ്, തേർഡ് വിസിറ്റ്, ഫോർത്ത് വിസിറ്റ്, അങ്ങനെ അത് കഴിയുമ്പോഴേക്കും അവർ ഓക്കെ ആയിക്കോളും. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ വയ്ക്കട്ടെ. ഒരാൾ ഒരു ബിസിനസ് ചെയ്യുന്നു, അയാൾക്ക് എങ്ങനെ വന്നാലും ജിനുവിൻ്റെ തന്നെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പണം കയ്യിൽ നിൽക്കാത്തൊരു സിറ്റുവേഷൻ, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നു, എല്ലാ സൈഡിൽ നിന്നും പ്രശ്നങ്ങൾ വരുന്നു, അയാൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെ സ്റ്റാഫ് ചീറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറേയധികം പ്രശ്നങ്ങളിൽ പെടുന്ന ഒരാൾ ജിനുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ജിനു എന്ത് ഉറപ്പാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മനുഷ്യന്റെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുക? ഞാൻ ഉറപ്പായിട്ടല്ല കൊടുക്കുന്നത്, അയാളുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കും. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുത്താൽ തന്നെ അയാൾക്ക് ഉറപ്പായി ഇനി ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഒരു കാര്യം, ഇപ്പോൾ ഉദാഹരണം, നിങ്ങളൊരു 5 കിലോയുടെ ചാക്ക് തലയിൽ വെച്ചുകൊണ്ട് ഇവിടുന്ന് 1 കിലോമീറ്റർ പോകാൻ പറഞ്ഞാൽ അതിൻ്റെ വേഗം എങ്ങനെ ഉണ്ടാവും? സ്ലോ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ 10 കിലോ വെച്ചിട്ട് കഴിഞ്ഞാൽ. അതേസമയം ഒന്നും ഇല്ലാതെ നടക്കാൻ പറഞ്ഞാൽ സ്പീഡ് കൂടും. ഇതേപോലെയാണ് നമ്മൾ ബിസിനസ് ചെയ്താലും ഏത് കാര്യം ചെയ്താലും നമ്മളുടെ ബാക്ക്ലോഗ്സ് എന്ന് പറയും. നമ്മുടെ പ്രോബ്ലംസ് ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ വെച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യം ചെയ്താലും അത് സക്സസ്ഫുൾ ആവില്ല. കാരണം ഒരു ഇംപെഡിമെൻറ്റ്സ്, ഒരു തടസ്സമുണ്ടോ? കാരണം ബ്ലോക്കാണ്, മൈൻഡ് ബ്ലോക്ക് എന്ന് പറയും. മെൻ്റൽ ബ്ലോക്ക് ഉള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഏത് കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും അത് ഫെയിലിയർ ആവും. എസ്പെഷ്യലി ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് ഒരുപക്ഷെ പണ്ട് ബിസിനസ് ചെയ്ത് ഫെയിലായതിൻ്റെ ഇൻഫർമേഷൻസ് കുറേ ഉള്ളിൽ കിടപ്പുണ്ടാകാം. അതേപോലെ തന്നെ ചെറുപ്പത്തിൽ ബിസിനസ് ചെയ്ത് ഫെയിലായ ഫാമിലിയിൽ നിന്നായിരിക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും സംഭവങ്ങളെല്ലാം വീട്ടിൽ കേട്ട് ആ കൊച്ചിൻ്റെ മനസ്സിൽ ആ ചെറുപ്പകാലഘട്ടങ്ങളിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ഇതിനെപ്പോലുള്ള ഇൻഫർമേഷൻസ് സേവായി കിടപ്പുണ്ടാവും. അപ്പോൾ ഈ ഇൻഫർമേഷൻ സേവായി കിടക്കുന്നിടത്തോളം കാലം പിന്നീടൊരു ബിസിനസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത, ഫെയിലായാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചാൽ നമ്മുടെ മനസ്സെടുക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഫെയിലായി എന്നുള്ളതാണ്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിലാവും. അത് ആ ഇഷ്യൂവിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ഉണ്ടായിരുന്ന പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് അതങ്ങനെയല്ല എന്ന് മനസ്സിൽ കൺവിൻസ് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഇവരെ വീണ്ടും പുതിയ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഈ തെറാപ്പിയിലൂടെ ചെയ്തെടുക്കും. അത് ഏജ് റിഗ്രഷൻ, ഞാൻ ആദ്യം പറഞ്ഞത് ഏജ് റിഗ്രഷൻ. അപ്പോൾ ചെറുപ്പകാലം തൊട്ടുള്ള, അതായത് അമ്മയുടെ ഉദരം തൊട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പതുക്കെ ഓപ്പൺ ആക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതെങ്ങനെ എനിക്ക് അവിടെയൊക്കെ ഒരു സംശയമുണ്ട്. നമ്മളിപ്പോൾ ശരിയാണ്, നമ്മളിപ്പോൾ പറയുമ്പോൾ നമ്മുടെ അമ്മ അനുഭവിച്ച, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് അനുഭവിച്ചതൊക്കെ കുട്ടിക്കും എഫക്റ്റ് ആവുന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ ഗർഭകാലത്തിൽ പരമാവധി സന്തോഷമായിരിക്കാൻ നമ്മളോട് പണ്ടുപോലുള്ള ആൾക്കാർ പറയുന്നത്. അവർക്ക് ഇതൊന്നും അറിഞ്ഞിട്ടല്ല അവർ പറയുന്നത്. അവരെപ്പോഴും ഹാപ്പിനെസ് ഉണ്ടാക്കി തരും നമുക്ക്. അപ്പോൾ ആ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി വേറൊരാളായി വളർന്നു വന്നതിന് ശേഷമായിരിക്കും ജിനുവിന്റെ അടുത്തെത്തുക. നമ്മളിത് എങ്ങനെയാണ് ഇത്രയും ചെറിയ ഒരു സമയത്ത് അത്രയും പിന്നിലേക്ക് പോയിട്ട് ആ സമയത്ത് എങ്ങനെയാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? അതാണ് ഹിപ്നോസിസിന്റെ പവർ എന്ന് പറയുന്നത്. നമ്മൾ ഉപബോധ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ കണ്ണടച്ച് നമ്മളൊരു പഴയൊരു ഓർമ്മയിലേക്ക് എടുത്താൽ നമ്മൾ സബ് കോൺഷ്യസ്ലി നമ്മൾ ഓപ്പൺ ആയി എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമുക്ക് ഇമോഷനുമായിട്ട് കണക്ട് ചെയ്ത പ്രശ്നങ്ങളുണ്ടാകാം. നമ്മുടെ ഓർമ്മകൾ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്, പ്രിമിറ്റീവ് മെമ്മറി ആൻഡ് റീസെൻറ്റ് മെമ്മറി എന്ന് പറയും. പ്രിമിറ്റീവ് മെമ്മറി എന്ന് വെച്ചാൽ നമ്മുടെ ചെറുപ്പകാലഘട്ടങ്ങളിൽ നമുക്ക് അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് കിടക്കുന്ന ഇഷ്യൂസാണ് പ്രിമിറ്റീവ് മെമ്മറി. റീസെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സമീപകാലഘട്ടത്തിൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ. ഈ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തികട്ടി വരും, ഓർമ്മയിലേക്ക് കയറി വരാം. പ്രിമിറ്റീവ് മെമ്മറി അത്ര ഓപ്പൺ ആയിട്ട് വരത്തില്ല. പക്ഷേ ഹിപ്നോസിസ് ചെയ്ത് കഴിയുമ്പോൾ തെറാപ്പിയിലേക്ക് വരുമ്പോഴേക്കും അവിടെ ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ ഒരു റീസൺ ഉണ്ടാകും. ചിലപ്പോൾ ബിസിനസ് ഫെയിലായി എന്നുള്ള റീസൺ ആയിരിക്കും. അപ്പോൾ അതിനെ കണക്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ 4ാമത്തെ വയസ്സിലോ 3ാമത്തെ വയസ്സിലോ 2ാമത്തെ വയസ്സിലൊക്കെ ചെറിയ ഓർമ്മകൾ കിട്ടും. എല്ലാം കിട്ടണം നിർബന്ധമില്ല. ഈ പ്രോബ്ലത്തിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അത് ഇമോഷനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് ഓപ്പൺ ആയിട്ട് വരും. ആ ഇൻസിഡൻറ്റ് വന്നിട്ടുണ്ട്, ഡ്രസ്സിൻ്റെ കളർ അടക്കം അവർ പറയും. ഈ രണ്ട് തരത്തിൽ ചെയ്യാറല്ലോ. ഹിപ്നോസിസം ചെയ്യുമ്പോൾ കണ്ടന്റ് ഫ്രീ ആയിട്ടും ചെയ്യും, അല്ലാതെയും ചെയ്യാറുണ്ടല്ലോ. കണ്ടന്റ് ഫ്രീ ചെയ്യാറുണ്ട്. അതല്ലാതെയും ഇപ്പൊ നമ്മളെ കൊണ്ട് സംസാരിപ്പിച്ച വിവരങ്ങൾ എടുത്തും ചെയ്യാറുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കണ്ടന്റ് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഈ ഇമോഷൻസിനെ ഹീൽ ചെയ്യിക്കുന്നത്? കോണ്ടന്റ് ഫ്രീ ഞാൻ സപ്പോർട്ട് ചെയ്യാറ്. കോണ്ടന്റ് ഫ്രീ എന്ന് പറയുന്നത് ശരിക്കും വെറുതെ സജഷൻസ് കൊടുക്കുന്നതിൽ ഞാൻ ശരിക്കും അത് സപ്പോർട്ട് ചെയ്യാറില്ല. കാരണം അവരുടെ ഇഷ്യൂ എന്താണെന്ന് അഡ്രസ്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ കോണ്ടന്റ് ഫ്രീ കൊടുത്താൽ എഫക്റ്റീവാണ്. പ്രോബ്ലം ഉള്ളിടത്തോളം കാലം നമ്മളിപ്പോൾ ഒരു കുപ്പി അല്ലെങ്കിൽ കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് പോകില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അവരുടെ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ കോണ്ടന്റ് ഫ്രീ കൊടുത്താൽ ഓക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കോണ്ടന്റ് ഫ്രീ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പോൾ അവർക്കത് പറയാൻ പറ്റാത്ത പ്രോബ്ലമാണെന്ന് വിചാരിച്ചു. ഒരു ഫീമെയിലാണ് വരുന്നതെങ്കിൽ അവർക്ക് പറയാൻ പറ്റത്തില്ല. ഓപ്പൺ ആയി കഴിയുമ്പോൾ അത് മറ്റുള്ളവർ അറിയുമോ എന്നുള്ള ഫിയറും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആ പറയണ്ട, മാറ്റർ പറയണ്ട. അതല്ലാതെ ഇമോഷൻസിലൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്.
അല്ല ഞാൻ കണ്ടിട്ടുണ്ട്, അതാണ് ഞാൻ ചോദിച്ചത്. അതിനെ നമ്മളത് അങ്ങനെ എടുക്കുമ്പോൾ അതിന് എത്രത്തോളം സക്സസ്ഫുൾ ഉണ്ട് എന്നുള്ളതാണ്. അത് വെച്ചാൽ മറ്റേതാകുമ്പോൾ നമ്മളെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, കുറേയും കൂടി പറയാൻ പറ്റുമോ, കുറച്ചുകൂടെ എഫക്റ്റീവ്. അതാണ് ചോദിച്ചത്. ചിലർക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ സാധാരണ പറയും നിങ്ങളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞപ്പോൾ ഇത്, കാരണം നമ്മളിത് സീൽഡ് ആയിട്ട് റൂമാണ്, അപ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസോ ആർക്കും ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി കൺസീൽഡ് ആയിരിക്കും, അതിനകത്ത് ഇഷ്യൂസ് ഒന്നും പുറത്ത് പറയത്തില്ല. അതൊക്കെ എൻ്റെ ഒരു എത്തിക്സിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു എത്തിക്സ് ഉണ്ടല്ലോ, ഒരു പേഴ്സണൽ ഇൻഫർമേഷൻസ്, അപ്പോൾ അത് കീപ്പ് ചെയ്തിട്ടേ നമ്മൾ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇഷ്യൂ വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നെങ്കിൽ അത് ഇമോഷൻ ലോക്കാവും. ഒരിക്കലും നമുക്ക് പിന്നെ അടുത്തൊരു സ്റ്റൈലിലേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരും. ഈ ഹിപ്നോതെറാപ്പിക്ക് വിധേയനാകുന്ന ഒരാൾക്ക് ഇത് എന്താണ് നടക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവില്ലല്ലോ. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം, എനിക്ക് ഓർമ്മയുണ്ടായിട്ടില്ല. ഉണരുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല, ഇന്നും അറിയില്ല. അന്ന് വല്ല ക്യാമറ ഉണ്ടായിരുന്നു വെച്ചിട്ട് നോക്കായിരുന്നു, പക്ഷെ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. എന്നോട് ഒറ്റ കാര്യം മാത്രം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുള്ള ചെറിയ പ്രായം മുതൽ ഓർമ്മയുള്ള മെമ്മറി മുതൽ ഓർമ്മിക്കാൻ പറഞ്ഞു. പക്ഷെ ആ ഓർമ്മ എത്രയാ വരെ പോയെന്ന് എനിക്ക് പോലും അറിയില്ല, എന്താ സംഭവിച്ചതെന്നും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ തന്നെയാണോ ശരിക്കും അത് ചെയ്യാറുള്ളത്? ഏജ് റിഗ്രഷൻ ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെയാണ്. പക്ഷെ ഇത് ഓർമ്മ മൊത്തം ബോധം പോകുന്നില്ല, ഞാൻ അവെയർ ആയിരിക്കും, പുറത്തുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട്, ഈ മെമ്മറീസ് എന്തൊക്കെ ഞാൻ ഓർത്തു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. അതിന് നമുക്ക് പർപ്പസ്ഫുള്ളി നമ്മൾ ഹിപ്നോസിൽ ചെയ്യുന്ന കാര്യമുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ വിധേയരായെന്ന് എനിക്കറിയില്ല. ഹിപ്നോസ് ചെയ്യുമ്പോൾ നമ്മൾ റിവേഴ്സ് സജഷൻസിലൂടെ ഫെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വിഷമമുള്ള സംഭവമാണെങ്കിൽ ഓർക്കും തോറും മറന്നു പോകുമെന്ന് റിവേഴ്സ് സജഷൻ ആയിരിക്കും ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ സാധനം പിന്നെ ഓർക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടത്തില്ല. അതെ, ഞാൻ ഉണർന്നു കഴിഞ്ഞിട്ട് കുറെ ശ്രമിച്ചു. ഈ സമയങ്ങളിലൂടെ ഞാൻ എന്താണ് ചിന്തിച്ചത് അതെനിക്ക് ഓർമ്മയില്ല. അത്ര ഡീപ്പായിട്ടൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കംപ്ലീറ്റ് അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ മുഴുവൻ ആ പ്രോബ്ലത്തിലായിരിക്കും. ആ ഇഷ്യൂയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല, പരിസരം മറന്നായിരിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അത് കട്ടായി, പിന്നെ അത് നിങ്ങൾ മനസ്സുകൊണ്ട് വിശ്വസിച്ചു, സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നമ്മൾ പറഞ്ഞ് വിശ്വസിപ്പിക്കും ഇതല്ല യാഥാർത്ഥ്യം, ദിസ് ഇസ് നോട്ട് ദ ഫാക്ട് എന്ന് പറഞ്ഞ് പുതിയതിനെ റീപ്ലേസ് ചെയ്യുകയാണ് സാധാരണ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും അദ്ദേഹം ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പഴയതിന് പകരം പുതിയതായിരിക്കും റീപ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ പതുക്കെ അനലൈസ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ മൈൻഡ് അത് എടുക്കാൻ തുടങ്ങും. അത് വിശ്വസിപ്പിച്ചിട്ടായിരിക്കും പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ പഴയ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടത്തില്ല ചിലർക്ക്. അത് നല്ല കാര്യമല്ലേ. ഓർമ്മ ഒരിക്കലും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്. അല്ല, ഞാൻ ചോദിക്കുകയാണ്, അത് പറഞ്ഞു എന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിലുള്ള ഓർമ്മ ഇപ്പം ഞാൻ കാണാറുണ്ട്. ഇപ്പം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു നമ്പർ മിസ് ചെയ്തിട്ട് അല്ലേ നമ്മൾ പേര് മറന്നു പോവുക. അതൊക്കെ നമ്മൾ ഈ ടെക്നിക്കുകളിലൂടെ ചെയ്യുന്ന ഒരു സാധനമാണല്ലോ. അതെ. അല്ല, ഞാൻ പറയാം, അതിന്റെ ഒരു ഫോർമാറ്റ് ആണല്ലോ നമുക്ക് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന അപ്പൊ അതിനകത്ത് നമ്മളൊരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ഈ ഓർമ്മകളൊക്കെ ഇത്തരത്തിൽ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത്. ആൾക്കാർ പറയും നിന്റെ പഴയ ഓർമ്മകളൊക്കെ എടുത്തു കളയാൻ, ഡിലീറ്റ് ചെയ്യാൻ. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. നമ്മുടെ ഓർമ്മകൾ എങ്ങനെ നമ്മൾ എടുത്തു കളയുന്നത്? നമ്മുടെ മെമ്മറിയിൽ കിടക്കുന്ന ഓർമ്മകൾ നമുക്ക് അമിഗ്ഡാല എന്ന് പറയുന്ന നമുക്ക് മെമ്മറി കീപ്പ് ചെയ്യുന്ന കുറേ പോർഷൻസ് ആണ് നമ്മുടെ ബ്രെയിനകത്ത്. നമ്മൾ ചെറുപ്പകാലഘട്ടത്തിലുള്ള മെമ്മറി വാട്ട് എവർ ഇറ്റ് ഈസ് അത് അവിടെ സേവ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ന്യൂറോൺസ് വഴി കണക്ട് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മളുടെ ബ്രെയിനിൽ സേവ് ആയിട്ടുണ്ടാവും. ഇതിന് നമ്മൾ പൊട്ടിച്ച് കളയാണ്ട് അല്ലെങ്കിൽ ബ്രെയിൻ സെൽസിനെ അടിച്ച് പൊട്ടിച്ച് കളയാണ്ട് ഒരിക്കലും ഈ സാധനം പോകില്ല. അങ്ങനെ ഈ ഓർമ്മ നശിക്കുന്ന ആളുകളാണ് എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് ഒക്കെ വന്ന് ആക്സിഡൻ്റ് ഒക്കെ വരുന്ന പറ്റുന്ന ആളുകൾക്കാണ് ഓർമ്മ നഷ്ടപ്പെടുന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് പഴയ കാര്യം കിട്ടത്തില്ല, കാരണം ആ പോർഷൻ കട്ടായിപ്പോയി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഞാൻ ഇവർ വാർത്തകളുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാം. ഈ ചില റേപ്പ് കേസുകളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പം അതിനകത്ത് വിക്ടിമായ ആൾക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ കൗൺസിലിംഗ് കൊടുക്കും അല്ലേ? എല്ലാവരും ഒരു പരിധിവരെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ കൗൺസിലിംഗ് കൊടുത്ത് സമൂഹത്തിലേക്ക് അവരെ ഒരു പുതിയ ജീവിതം നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഹിപ്നോതെറാപ്പിസം ഉപയോഗിച്ച് അവർക്ക് അത് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ആ ഇൻസിഡന്റിനെ അതേ ഇന്റൻസിറ്റിയിൽ ഓർമ്മയിൽ വരുമോ എന്നാണ് എനിക്ക് ചോദ്യം. ഇല്ല, അതാണ് ഹിപ്നോതെറാപ്പിയുടെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവൻ മരിച്ച ആളുകളാണെങ്കിലും ഇഷ്യൂസ് വന്ന ആളുകളാണെങ്കിലും അവർക്ക് പിന്നീട് ആ പ്രോബ്ലം ഓർത്ത് കഴിയുമ്പോൾ ഓർമ്മയിൽ വരും. ജസ്റ്റ് ഫ്ലാഷിനായിട്ട് പോകും. ചിലപ്പോൾ ഫീലിങ്സ് ഉണ്ടാവില്ല, ഇമോഷൻസ് ഡിസ്കണക്ട്. അതാണ് ഹിപ്നോതെറാപ്പിയിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇമോഷൻസ് ആണ് നമ്മളെല്ലാം പ്രോബ്ലത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്നത്. എത്ര വലിയ എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് വരുന്നുണ്ട്, ഈവൻ സർജൻസ് വരുന്നുണ്ട്. പക്ഷെ ഇവരൊന്നും അവരുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാതെ വരുന്ന ആളുകളാണ്. അവർക്കറിയാം, കാരണം ഇഷ്യൂസ് ഉണ്ട്, എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്മൾ റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഫാക്ട് ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ അക്സെപ്റ്റൻസ് കുറവായിരിക്കും. കാരണം ചില കാര്യങ്ങൾക്ക് അതിനകത്ത് അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാനൊന്നും സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല, ജനറലി പറഞ്ഞെന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം
ഈവൻ സ്യൂഡോ സയൻസ് ആണെന്ന് പറയുന്ന ആളുകളുണ്ട്. മറ്റേ ഇത് പറ്റത്തില്ല, ഇത് ഫേക്കാണ്, ചെകുത്താനാണ്, പിശാചാണ്, ഇവരെന്തോ മാജിക്കാണ്, മന്ത്രമാണ്. എൻ്റെ ഇത് വീഡിയോയുടെ അടിയിൽ തെറിയുടെ ബഹളം ഇടുന്ന ആൾക്കാരുണ്ട്. എന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ആരും കുറ്റം പറ്റില്ല, അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. അവർക്ക് ഈ ചില ആളുകൾക്ക് ഇപ്പം വേറെ കാര്യം, മാങ്ങയുള്ള മാവേലെ കല്ലെറിയുമെന്ന് പറയുന്നത് പോലെ അതൊരു മാനുഷികമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മളെ അടുത്ത് വന്നു കഴിയുമ്പോൾ തെറാപ്യൂട്ടിക്കലി അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോസസ്സ് തന്നെയാണ് ഹിപ്നോസിസ്. അപ്പോൾ ആ ഇഷ്യൂവിനെ എടുത്ത് കളഞ്ഞാൽ അവർ ഇമോഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, ഓർമ്മ അവിടെ തന്നെ നിൽക്കും. അതാണ് ഓർമ്മ കളയാൻ പറ്റില്ല. ഓർമ്മ നല്ലതല്ലേ, ഓർമ്മ. പക്ഷെ ഓർമ്മയിലുണ്ടാകുന്ന ഇമോഷനാണ് പ്രശ്നം. ആ ഇമോഷനാണ് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. ഇമോഷണൽ ബാലൻസ് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മുടെ ഇഷ്യൂസ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. ലൈഫിലാണെങ്കിലും അങ്ങനെയല്ലേ. അതെ, അപ്പൊ ഈ പ്രേതത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അതും കൂടെ ഒന്ന് ചോദിച്ചേക്കെ. ഇപ്പൊ നെഗറ്റീവ് അതില്ലാതെ പോകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഈ നെഗറ്റീവ് പോസിറ്റീവ് എനർജി എന്ന് നമ്മൾ പറയും. നമുക്ക് പലതരത്തിൽ നെഗറ്റീവ് പോസിറ്റീവ്. ഞാൻ വന്ന് ജിനുവിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജിനുവിന് ആദ്യം ഉണ്ടാവുന്ന ചിലപ്പോൾ പോസിറ്റീവ് ആവണമെന്നില്ല, ചിലപ്പോൾ നെഗറ്റീവ് ആവാം. ഏത് എനർജിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മളെല്ലാം വിശ്വസിക്കുന്നുണ്ട് ഏതോ 2 എനർജികൾ ഉണ്ടെന്ന് നമ്മൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലേ. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഈ സയൻസും ജിനു കാണുന്ന ഒരു നെഗറ്റീവും പോസിറ്റീവും ഞാൻ കാണുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിരിക്കത്തില്ല നോർമലി. കാരണം എനിക്ക് അത്രയും ആ തരത്തിലായിരിക്കത്തില്ല ഞാൻ ആ നെഗറ്റീവ്സ്. എന്നോട് ചിലപ്പം എക്സ്ട്രീം പറഞ്ഞാൽ ചിലപ്പോൾ എന്നോട് ഒരാൾ ദേഷ്യപ്പെടുന്നത് നെഗറ്റീവ് എനർജിയാണെന്ന് എനിക്ക് ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും. അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വിചാരിക്കാത്തൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ അത് നെഗറ്റീവ് എനർജിയാണെന്ന് എനിക്ക് തിരിച്ചറിയപ്പെടും. അതിനപ്പുറത്തേക്കുള്ള ഒരു നെഗറ്റീവ് എനർജി അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണല്ലോ. ആണ്. പക്ഷെ എനിക്ക് ഈ ടോപ്പിക്കിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അടിയിൽ തെറി പറഞ്ഞ ആളുകളെ ഓർമ്മ വരുന്നത്. എന്താ സംഭവം എന്ന് പറയുന്നത്, ഇത് നമുക്ക് ശരിക്കും അറിയത്തില്ല. കേരളത്തിലുള്ള 99% മലയാളികൾ, ഇപ്പോൾ 100% എന്ന് പറയും. ഇപ്പം ഞാനടക്കമാണെങ്കിലും മറ്റാളും ഇതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല, എന്താണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഹിപ്നോതെറാപ്പിയിൽ സ്പിരിറ്റ് റിലീസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. പക്ഷേ എങ്കിലും ഞാൻ അതിനെപ്പറ്റി ആധികാരികമായിട്ട് ആരോടും ഞാൻ പറയത്തുമില്ല, അത് പറയാൻ പാടില്ല എന്നുള്ളതാണ് വേണ്ടാത്ത കാര്യം. പിന്നെ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും പറയും പിന്നെ ഇവന് വേറെ വല്ലയിടത്തും കൊണ്ടു അവിടെ പോകും, അതിപ്പോൾ അവിടെ കൊണ്ടുപോകാനൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ദർ ഈസ് സംതിങ് എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനത് പറയുന്നില്ല. എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ട്. എൻ്റെ ഇവിടെ വന്ന സ്റ്റാഫ് ചില എനർജീസ് ഉള്ള ആളുകൾ, അപ്പോൾ നെഗറ്റീവ് എനർജി എന്ന് തന്നെ പറയുന്നതിൽ ഓക്കെ. അങ്ങനെ വരുന്ന ആളുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാഫിനും എനിക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ ഇരുന്ന എല്ലാ സ്റ്റാഫും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഛർദ്ദിച്ച സിറ്റുവേഷൻ ഉണ്ട്. വന്നിട്ട് പോയേ ഉള്ളൂ, ഞാൻ തെറാപ്പി ചെയ്തില്ല. എങ്ങനെ സംഭവിക്കുന്നത്? എനിക്കത് വിശ്വസനീയമല്ല. അവിടെ ആ സയൻസ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ നെഗറ്റീവ് ആയിരിക്കത്തില്ല എന്ന് ഞാൻ പറയാനുള്ള കാരണം അതെ. കാരണം എനിക്കറിയണ കെമിസ്ട്രിയിലെ ഫിസിക്സിലെ നെഗറ്റീവും പിന്നെയുള്ള ഈ ചെറിയ നെഗറ്റീവും പോസിറ്റീവും ഇൻസിഡൻസ് മാത്രമേ എന്നെ സംബന്ധിച്ച് ഇമോഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതിനപ്പുറത്തുള്ള നെഗറ്റീവ് എനർജിനെ കുറിച്ച് എനിക്കും സംസാരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അനുഭവം ഇല്ലാത്തൊരു സാധനമാണ്. അപ്പൊ ഞാൻ അതിനകത്തേക്ക് വിശ്വസിക്കുന്നതിൽ അല്ല, എനിക്ക് വിസിബിൾ അല്ലല്ലോ. അത് വിസിബിൾ അല്ല, അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അവർ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജനറലി വരുമ്പോൾ ചില കേസുകൾ വരുമ്പോഴേക്കും ഓരോ ടൈപ്പ് ഓഫ് കേസുകൾ വരുമ്പോൾ അതിന് ഓരോന്നും സിംറ്റംസ് ഉണ്ട്. ആ സിംറ്റംസ് കണക്കാക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഈവൻ മെഡിക്കൽ സയൻസിൽ പോലും പറ്റാത്ത കാര്യങ്ങൾ ഈവൻ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്ത് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അവർക്കറിയാം ഇത് സംതിങ് ബിയോണ്ട് മെഡിക്കൽ സയൻസിലുള്ള കാര്യമാണ് എന്ന് മനസ്സിലാവും. നമ്മൾ മെഡിസിൻ കൊടുത്തിട്ട് റെഡി ആകത്തില്ല ചില കാര്യങ്ങൾ. ഇപ്പോൾ മാനസിക അസുഖമല്ല താനും, മനസ്സിലായോ? അത് മാനസിക അസുഖമുള്ള ആളുകളുണ്ട്, അതൊരു 99% സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉള്ളതുണ്ട്. പക്ഷേ അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന ചില കേസുകളുണ്ട്. അങ്ങനെയുള്ള കേസുകളൊക്കെ നമുക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറയുന്നില്ല പോകുന്ന വഴിക്ക് അവിടെ കാണും ഇവിടെ കാണും എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന സംഭവം അല്ല. അത് ശരിക്കും അറിയില്ല ആൾക്കാർക്ക്. പിന്നെ വേറൊരു നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ് വരുമ്പോൾ നെഗറ്റീവ് എനർജിയുള്ള ആളുകൾ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് പ്രസൻസ് ഫീൽ ചെയ്യും. ഉദാഹരണം, നമുക്കൊരു വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴേക്കും സ്ഥിരമായിട്ട് പ്രശ്നമുള്ള വീടുകളാണെങ്കിൽ അവിടെ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് സെൻസ് ചെയ്യാം, നിങ്ങൾക്കായാലും ഫീൽ ചെയ്യാം. ചെന്ന് കഴിയുമ്പോൾ നമുക്ക് എന്തോ വീട്ടിൽ എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു സുഖക്കുറവുണ്ടല്ലോ. ആ സുഖക്കുറവാണ് നമ്മുടെ നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന പ്രസൻസ്. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഇതേപോലെ തന്നെ അടുത്ത നെഗറ്റീവ് എനർജി നമ്മൾ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ബോസിൻ്റെ ഓഫീസിലേക്ക് നമ്മുടെ ബോസ് ഉണ്ട്, നമ്മൾ ഭയങ്കര അടിയുണ്ടായി എന്തോ സ്റ്റാഫുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സമയത്ത് ബോസിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ നമുക്കറിയാം അവിടെ എന്തോ പ്രശ്നം ഉണ്ടാകും, ഉറപ്പായിട്ട് ഇന്ന് പണിയുണ്ടാവും. ബോസിൻ്റെ റൂമിൽ കയറാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ സെൻസ് ചെയ്യാൻ തുടങ്ങും, ആ ഒരു പിടുത്തം ഫീൽ ചെയ്യാൻ തുടങ്ങും.
അത് നമ്മൾ പാസ് ചെയ്യുന്ന എനർജിയാണ്. അത് ആ വ്യക്തിയോട് നമ്മുടെ ഇമോഷൻസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന എനർജിയാണ്. നമ്മൾ ചെല്ലുന്ന ഒന്നും ഭയത്തിൻ്റെ ഒരു ഇമോഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ദേഷ്യമായിരിക്കാം. ഇതേ സെയിം ഇമോഷൻ തന്നെയായിരിക്കും അകത്തിരിക്കുന്ന ആളും കിട്ടിയിരിക്കുന്നത്. മറ്റാളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സീനിയർ മാനേജർ ചിലപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇതേ ഇൻഫർമേഷൻ ആയിരിക്കും കണക്ട് ചെയ്യും. അവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ എനർജി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന സാധനം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറയും, നമുക്ക് നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നമ്മൾ നെഗറ്റീവായി പോവില്ലേ? അതുണ്ട്. അത് ചില കാര്യങ്ങളിൽ നമുക്ക് വിസിബിൾ ആണ്. അതായത് ഞാൻ പറഞ്ഞ അതിനപ്പുറത്തേക്കുള്ള ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് ഞാൻ ചോദിക്കാൻ കാരണം അത് നമുക്ക് ശരിയാണ്. ഇപ്പം ഞാൻ ദേഷ്യപ്പെട്ട ഒരു റൂമിലേക്ക് ചില നേരത്തെ അയാൾ ചിലപ്പോൾ നല്ല മൂഡിലായിരിക്കണം എന്നില്ല, അത് നമ്മളിലേക്കൊക്കെ സ്പ്രെഡ് ആവും. അതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആണ് ലൈഫിൽ, നമുക്ക് നേരിട്ട് കാണുന്ന കുറച്ച് കാര്യങ്ങൾ. അതിനപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റാത്ത നെഗറ്റീവ് എനർജീസ് ഉണ്ടല്ലോ. അതിനെയാണ് നമ്മൾ ഇപ്പൊ പ്രേതൊന്നും പിശാചൊന്നും അല്ലെങ്കിൽ ബാധയെന്നൊക്കെ പറഞ്ഞ് പല പേരിലല്ലേ, ഒരു പേരിലായിരിക്കും. അല്ല, അങ്ങനെ എത്തുന്നു. ഞാൻ അത് ബിലീവ് ചെയ്യുന്നു എന്നല്ല, ചിലപ്പോൾ ഉണ്ടാവാം, ഇല്ല. അത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞ പോലെ മതപരമായിട്ടോ അല്ലാതെയോ ഒക്കെ നമുക്കത് കണക്റ്റഡ് ആണ്, അതല്ലാതെ കണക്റ്റഡ് ആണ്. ഇതൊന്നും അല്ലാതെ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, ഈ ജിനു എപ്പോഴെങ്കിലും പാരാസൈക്കോളജി എന്നുള്ളൊരു വിഭാഗത്തിലൂടെ പോയിട്ടുണ്ടോ? അതൊരു വലിയ ശാഖയായി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പോയിട്ടുണ്ടോ? അത് തന്നെയാണ് ഞാൻ പറയാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ സംഭവം അതാണ്. പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പേര്. ഈവൻ ഒരുപാട് ആളുകൾ ഇതിനെപ്പറ്റി വിശദീകരിച്ച് പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ്. അതുകൊണ്ടാണ് ഞാനത് പരമാവധി അത് അവോയ്ഡ് ചെയ്ത് പറയുന്നത്. കാരണം അത് പറയുന്നൊരു കാര്യം നമുക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണെന്ന് പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യം എനിക്കില്ല. ശരിയല്ല, ഇൻഡിവിജ്വലി അവസാനം ഇൻഡിവിജ്വലി എനിക്കത് ഫീൽ ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ എടുത്തിടുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ പോയിട്ടുണ്ട്, അങ്ങനെ എക്സ്പീരിയൻസസ് ഉണ്ട്, അങ്ങനെ കേസുകൾ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് മാറ്റം വന്നിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ ലൈഫിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അത് സ്റ്റാഫിനോട് ചോദിച്ചാൽ അറിയാം, അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. ഓരോന്നോരോന്നോരോ അക്കമിട്ട് പറഞ്ഞു തരാൻ പറ്റുന്ന ഇൻസിഡൻസ് ഉണ്ട് ഇവിടെ. ഇതുപോലെ ജിനുവിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, മുടി വളരാൻ ഹിപ്നോതെറാപ്പി സഹായിക്കുമെന്ന്. അതെൻ്റെ ഹെഡിങ് ഒക്കെ അങ്ങനെ. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, ശരിയാണ്, നമുക്കൊരു ബിലീഫ് സിസ്റ്റം ഉണ്ടെങ്കിൽ അത് നടക്കുമെന്നാണല്ലോ നമ്മൾ പരമാവധി പറയാം. പക്ഷെ ഒരു കാരണവശാലും അതിനൊരു ചാൻസ് ഇല്ലാത്ത ഒരാളിൽ അത് സക്സസ് ആവും? ചാൻസ് ഇല്ലാത്ത കാലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന സംഭവങ്ങളുണ്ടെന്നൊക്കെ ചിലർക്ക് ഫാമിലിപരമായിട്ട് മുടി കുഴിച്ചിലുണ്ടാകുന്ന ആളുകളാണ് സ്വാഭാവികം. മുടിയുടെ കേസ് അല്ല, അതൊരു ചെറിയ കാര്യമല്ല. കാരണം ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. സ്ട്രെസ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മുടി കൊഴിക്കുന്നതിന്റെ ഫസ്റ്റ് റീസൺ. പിന്നെ സ്റ്റൊമക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടാകും. ഫുഡ് ഉണ്ടെങ്കിൽ അത് ഫുഡ് എന്തായാലും തന്നെയാണ്, അവിടെ തന്നെയാണ്. അത് സയന്റിഫിക്കലി പറയുന്ന ഒരു കാര്യം. പക്ഷെ സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അലോപേഷ്യ എന്ന് പറയും. സ്ട്രെസ് വെച്ചുണ്ടാക്കുന്ന മുടി കൊഴിച്ചിൽ അലോപേഷ്യ എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ആളുകൾ വന്ന് തെറാപ്പി ചെയ്ത് പോയിട്ട് സ്ട്രെസ് മാറി കഴിയുമ്പോൾ മുടി വരും. അത് കോമൺ ആയിട്ടുള്ള സംഭവമാണ്. അതിനകത്ത് ഞാനൊരു മാജിക്ക് ചെയ്ത സംഭവം. സ്ട്രെസ് മാറി കഴിയുമ്പോൾ മുടി വളരും, സിമ്പിൾ. സ്ട്രെസ് മാറണം എന്നുള്ളതാണ് വേറെ കാര്യം. പിന്നെ മുടി കൊഴിച്ചിൽ വരുന്ന വേറെ വിഭാഗത്തിലുള്ള ആളുണ്ട്, മുടി തിന്നുന്ന ആളുകളുണ്ട്, പെൺകുട്ടികളുണ്ട്. എത്ര പേര് വാർത്തകളിൽ നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട്. ഇത് അവസാനം വലിയൊരു മുടിയൊക്കെ എടുത്ത് എത്ര പേര് ഹീൽ ചെയ്ത് കൊടുത്തെന്ന് പറയാം. അതൊരു രോഗാവസ്ഥയും കൂടിയാണല്ലോ അല്ലെ, ഈ മുടി തിന്നുന്നത്. രോഗാവസ്ഥ അല്ല കാര്യം. ശരിക്കും പറഞ്ഞാൽ ഇത് അവർക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ കൊച്ചിന് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ അടുത്തുള്ള കൊച്ചു തന്നെയാണ്. ഈ റീസെന്റ് വന്നു പോയതാണ്. അതിന് മുമ്പ് വേറെ 2-3 ദിവസം വന്നിട്ടുണ്ട്. ഈ കൊച്ചിന് നോക്കി തല മുട്ടും മുടിയില്ല, മുടി മൊത്തം പറഞ്ഞു വരും. അതിന്റെ ഇന്റർവ്യൂ എടുത്ത് കിടപ്പുണ്ട്, ടെസ്റ്റിമോണിയൽ വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. ആ കൊച്ച് പറഞ്ഞത് അവർ പോകാത്ത സ്ഥലങ്ങളില്ല, ഹോസ്പിറ്റലില്ല, എല്ലായിടത്തും പോയി. കൊച്ചു ഡിപ്രസ്ഡ് ആണ്, എന്ത് ചെയ്യാന്ന് അറിയത്തില്ല. മുടി പതുക്കെ തിന്ന് അവസാനം മുടി ഇല്ലാണ്ടായി. അപ്പോൾ സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കുട്ടികളുടെ ഇടയ്ക്കാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ വീണ്ടും ഡിപ്രസ്ഡ് ആയി വെച്ച്, അതായത് മാനസികമായിട്ട് തളരാൻ തുടങ്ങി. പഠിക്കാൻ പറ്റുന്നില്ല, നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. തെറാപ്പി ചെയ്ത് ഞാനത് എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഞാൻ ഓപ്പണാക്കി കഴിഞ്ഞപ്പോൾ വളരെ ബാക്ക്ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തീരെ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കൊച്ചു സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. അതായത് വീട്ടിൽ പ്രശ്നം ഉണ്ടായി, അമ്മയ്ക്ക് ഭയങ്കര സ്ട്രെസ്സുള്ള ആളാണ്, ടെൻഷനും ആങ്സൈറ്റി ഉള്ള ആളാണ്. അതേപോലെ തന്നെ അമ്മ ഭയപ്പെട്ട് ഈ കൊച്ചിനും പ്രഷർ കൊടുക്കാൻ തുടങ്ങി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കൊച്ചു എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേഷ്യം ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് മുറിക്കകത്ത് കയറിയിട്ട് മുടി പറിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റം കടിച്ചു. ദേഷ്യം കൊണ്ട് കടിച്ചാൽ ആ കടിച്ചതൊരു ഹാബിറ്റായി. കാരണം ആ കടിച്ച സമയം നമ്മൾ ഏത് ഇമോഷൻ എക്സ്ട്രീം ലെവലിൽ നിന്നിട്ടാണോ ആ കാര്യം ചെയ്യുന്നത്, അത് നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലായിരിക്കും ചെയ്യുന്നത്. ഡയറക്റ്റ്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് റിസീവ് ചെയ്യും.
അങ്ങനെ ആ സാധനം കടിച്ചു. പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഇഡിയോമോട്ടർ റെസ്പോൺസ് എന്ന് പറയുന്നത് ആ കൊച്ചു പോലും അറിയാതെ സ്ട്രെസ്സ് വരുന്ന സമയത്ത് തന്നെ മുടി പറിച്ച് തിന്നാൻ തുടങ്ങി. ആ ഇഷ്യൂ എടുത്ത് കളഞ്ഞു. പിന്നീട് ഞാൻ 1.5 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു പോയി നോക്കിയപ്പോൾ ഇതിലൊക്കെ പതുക്കെ മുടി വളരാൻ തുടങ്ങി കൊച്ചിൻ്റെ. ഇപ്പം തല നിറച്ച് മുടിയുണ്ട് കൊച്ചിന്. എനിക്കറിയാം ഒരു കുട്ടി, എൻ്റെ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി പേപ്പർ തിന്നെ. അത് പേപ്പർ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ഈ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, അത് പൊതിയുന്ന മറ്റേ ബ്രൗൺ പേപ്പറില്ലേ, അതിന്റെ മേളിലൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട്, അതെടുത്ത് കഴിക്കും. പക്ഷെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ആ കുട്ടി പൊതുവെ ജനറലി പുറത്തുനിന്ന് കാണാൻ പറ്റില്ല. പക്ഷെ ആ കുട്ടിയുടെ അമ്മ വളരെ ഇതായിട്ട് എന്നോട് പറഞ്ഞാണ്, കുട്ടി ഇതിങ്ങനെ ചെയ്യും. ഡോക്ടറെ അടുത്ത് പോകുന്നുണ്ട്. ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് ഇത് മനസ്സിലായത്, മണ്ണ് തിന്നും, ഈ സാധനം കഴിക്കും. അപ്പം നമുക്ക് അറിയില്ല ഇതിന്റെ ഒരു സാധനം. ഞാൻ പറഞ്ഞപ്പോൾ അത് റിലേറ്റബിൾ ആയിട്ട് തോന്നി. ഇതുപോലെ എന്തെങ്കിലും ഇതേപോലെ ഇഷ്യൂസാണ്. നമ്മൾ ഹാബിറ്റ് ഫോർമേഷൻ എപ്പോഴാണ് ചെയ്യുന്നത്? ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാബിറ്റ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ സമയത്താണെങ്കിൽ നമ്മളെ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. എല്ലാവർക്കും ഉണ്ട് ഹാബിറ്റ് ഫോർമേഷൻ സ്റ്റാർട്ട് ഫ്രം ദ ചൈൽഡ്ഹുഡ് അല്ലേ? ഒരു 30 വയസ്സായി കഴിയുമ്പോഴേക്കും ഒരു വ്യക്തി ഹാബിറ്റ് ഫോംഡായി അയാൾ ആ വ്യക്തിയായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടാവും. 30 വയസ്സ് വരെ അയാളുടെ ലൈഫിലേക്ക് കിട്ടുന്ന കാര്യങ്ങൾ മുഴുവനും സേവ് ആയിട്ടുണ്ടാവും. ഇതേപോലെ തന്നെയാണ് ഒരു കുട്ടി ജനിച്ച് ആ ജന്മം തൊട്ട് വീണ്ടും ഒരു 7 വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന കാലഘട്ടമാണ്. ഈ സമയത്ത് ബ്രെയിൻ ഫ്രജൈലായിരിക്കും. എന്ത് ആ കൊച്ചിനോട് പറയുന്നത്, എന്ത് സിറ്റുവേഷനിലെ കൊച്ച് കടന്നു പോകുന്നു, അത് സംഭവിച്ചിരിക്കും. അത് ലൈഫിൽ അത് സേവ് ആയിട്ടുണ്ടാവും. പിന്നെ 12 വയസ്സ് വരെ ആയിക്കഴിയുമ്പോഴേക്കും ഇതിന് ഇമാജിനേഷൻ, 12ാമത്തെ വയസ്സിലാണ് ഇമാജിനേഷൻസ് വളരുന്നത്. ആ സമയത്ത് പിന്നെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങും. 18 വയസ്സിലാണ് ശരിക്കും കംപ്ലീറ്റ്ലി നമ്മുടെ ബോധ മനസ്സും സെഗ്രിഗേറ്റ് ചെയ്തപ്പെട്ട് അത് ക്രിട്ടിക്കൽ മൈൻഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഡെവലപ്പ് ആകുന്നത്, അനലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 18ാമത്തെ വയസ്സിൽ ലൈസൻസ് കൊടുത്ത് തുടങ്ങണമെന്ന് നമ്മുടെ ഗവൺമെൻറ് തന്നെ നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് കൊണ്ടാണ്. അല്ലാണ്ട് 18 വയസ്സിലെ കൊച്ചിന് ബോധം വെച്ചെന്ന് പറഞ്ഞിട്ടാണ്. അല്ല, അനലൈസ് ചെയ്യാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യും, തിരിച്ചറിയാൻ പറ്റും അതാണ് ശരിയെന്നുള്ളത്. 18 വയസ്സ് വരെ ബഹളം വെച്ച് നടക്കുന്ന വെച്ച് 18-19 വയസ്സ് കഴിയുമ്പോഴേക്കും പതുക്കെ നോർമലാകാൻ തുടങ്ങും. ഈ നോർമലാകാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ 18 വയസ്സ് വരെ കിട്ടിയത് മുഴുവനും പ്രോബ്ലമാണ് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. എപ്പോഴും നമ്മൾ പറയും, സൈക്കോളജിയിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലോ, ചൈൽഡ്ഹുഡ് മുതൽ ഉള്ള കാര്യങ്ങളാണ്, ചൈൽഡ്ഹുഡ് ആണ് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. അപ്പം ജിനു ചെയ്യുമ്പോൾ എപ്പോഴും അഡൽട്ടിനായിരിക്കുമല്ലോ കൂടുതൽ, ആണോ എനിക്കറിയില്ല, അഡൽട്ട് ആണോ കുട്ടികളാണോ എന്ന് എനിക്കറിയില്ല. അപ്പൊ കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതും എനിക്കറിയാം, എവിടേക്കോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് വയസ്സ് മുതലുള്ള ആളുകളെയാണ് ചൂസ് ചെയ്യുക? അതല്ലെങ്കിൽ എങ്ങനെയാണ് കുട്ടികളെ ഹാൻഡിൽ ചെയ്യുക? കുട്ടികൾക്ക് ഒരു എന്തായാലും ഹിപ്നോ തെറാപ്പിസം ചെയ്യാൻ പറ്റുന്നൊരു പ്രായം ഉണ്ടല്ലോ. അപ്പൊ അത് അതിന് താഴേക്ക് നമുക്ക് പറ്റില്ല. അപ്പൊ എങ്ങനെയാണ് അത്തരം കുട്ടികൾ, ഇപ്പൊ ചൈൽഡ് ഡിപ്രഷനൊക്കെ ഒരുപാട് ചർച്ചയാവുന്ന, ചൈൽഡ് ഡിപ്രഷന്റെ ഒരുപാട് സ്റ്റേജുകൾ, എനിക്ക് തോന്നുന്നു 6 മാസമുള്ള കുട്ടിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ വട്ടാണെന്ന് നാളെ ആളുകൾ പറയും. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ജിനുവിന് എന്നെക്കാൾ കൂടുതലുണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ ചൈൽഡ് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് പുതിയ ഒരു കാലഘട്ടത്തിൽ ചർച്ചയാവുന്നത്? ഇപ്പോഴത്തെ റീസെൻറ്റ് ആയിട്ടുള്ള സാഹചര്യം നമുക്കറിയാം, ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഒരു 25% ഇൻക്രീസ് ആണ് ഈ പോസ്റ്റ് കോവിഡ് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ആങ്സൈറ്റിയുടെ പെർസെൻറ്റേജ് കൂടുതലായി. ഇത് 25%ൻ്റെ ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രോത്ത് നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞത്, ഗ്രോത്ത് ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവ് രീതി പറയേണ്ട വാക്കാണ്. പക്ഷേ എങ്കിലും ആ ഒരു ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ് കുട്ടികൾക്ക് തുടങ്ങുകയാണ്. ഈ 8 വയസ്സ് തൊട്ട്, ഞാൻ 7ാമത്തെ വയസ്സ് തൊട്ട് നമുക്ക് ഹിപ്നോതെറാപ്പി ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. അതിന് താഴെയുള്ള കുട്ടികൾക്കും ചെയ്യാം. പക്ഷേ അവർക്ക് ഇമാജിനേഷൻ വർക്കൗട്ട് ആവില്ല, സജഷൻസിലൂടെ ആയിരിക്കും ഞാൻ കൂടുതലും വർക്കൗട്ട് ചെയ്യുന്നത്. പോസിറ്റീവ് സജഷൻസ് ഇംബൈബ് ചെയ്ത് ആ കുട്ടികൾ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. സ്വഭാവം അല്ലെങ്കിൽ ഇവരുടെ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഇത് കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്കും മെഡിസിനേറ്റഡ് ആവും. കുട്ടികൾ മെഡിസിനേറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് അറിയാലോ, മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ മെഡിസിൻ കഴിക്കാൻ എൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്സ് ഏത് കാര്യങ്ങളിലും നമുക്കറിയാലോ. മെഡിസിൻ കഴിച്ചാൽ നെഗറ്റീവ് സൈഡ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അപ്പോൾ ഇതേപോലെ കുട്ടികൾക്ക് ഉണ്ടാകാം. എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് ആണെങ്കിൽ അപ്പോൾ കുട്ടികളെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ സ്പെസിഫിക്കലി 7 years തൊട്ടുള്ള കുട്ടികൾക്കാണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്നത്. 7 years to even 55 years വരെ ആണുങ്ങൾക്കല്ല അഡൽസിന് 50 years ആണ് പറയുക. 7 to 50. 50 കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആളുകൾ മനസ്സ് ഓൾമോസ്റ്റ് ഇനിയില്ല, ലൈഫ് ഇനി ഒരു 5-8 വർഷം 10 വർഷം കൂടെ ഉള്ളൂ എന്നൊരു സാച്ചുറേറ്റഡ് മെൻറ്റാലിറ്റിയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. ഒരു 60 വയസ്സ് വരെ ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ പ്രഷർ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ അതിനുശേഷം നമുക്ക് ഇവർക്ക് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈൻഡ് സെറ്റ് ഉള്ളതുകൊണ്ട് ഇവർക്ക് റിസീവ് ചെയ്യില്ല. ഞാൻ പറയാറുണ്ട്, അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് ചിലർ നിർബന്ധിച്ച് പറയും, കുഴപ്പമില്ല സാർ എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് 70-75 വയസ്സുള്ള ആൾ 80 വയസ്സുള്ള ചെയ്തിട്ടുണ്ട്. പക്ഷേ എഫക്റ്റീവാണ്.
ഞാൻ പറഞ്ഞതൊരു കണ്ടീഷൻസ് ആണ്. അപ്പോൾ 7 years to 50 years വരെ നമ്മൾ ഐഡിയലി ചെയ്യുന്നതാണ് തെറാപ്പി. അപ്പോൾ ഈ കുട്ടികൾക്ക് മെയിൻലി ഫോക്കസ് ചെയ്യുമ്പോൾ ഇവരുടെ ഇഷ്യൂസ് സാധാരണ വരുമ്പോൾ ഞാൻ ആദ്യം അഡ്രസ്സ് ചെയ്യുന്നത് പേരൻസിനെ ആയിരിക്കും. കാരണം ഒരിക്കലും ഒരു കൊച്ചിന് തന്നെ പ്രശ്നം ഉണ്ടാവില്ല. അതിൻ്റെ 100% റെസ്പോൺസിബിലിറ്റി പേരൻസിനാണ്. ഞാൻ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അധ്യാപകർ പറയും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് തരുമെന്ന് ചോദിക്കും. ഞാൻ പിന്നെ എടുത്ത് തരില്ല എന്ന് പറയും. ഫസ്റ്റ് പേരൻസ് ആൻഡ് ടീച്ചേഴ്സ്, അതിനുശേഷം കുട്ടികൾക്ക് എടുത്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇത് കൊടുക്കുന്ന ഇവരല്ലേ. ഒരു കുട്ടിക്കും ഒരു അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അനലൈസ് ചെയ്യാൻ പറ്റാത്ത കാലഘട്ടത്തിൽ ആ കൊച്ചിനെ റിസീവ് ചെയ്യുന്ന മുഴുവനും പേരൻസ് സൈഡിൽ നിന്നായിരിക്കാം, ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ അവിടുന്ന് പ്രോബ്ലം അഡ്രസ്സ് ചെയ്താലേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം നമ്മൾ സെർച്ച് ചെയ്ത് ചെന്ന് കഴിയുമ്പോഴായിരിക്കും വീട്ടിലെ പ്രശ്നത്തെയും തുടങ്ങും. പിന്നെ ആ ഇഷ്യൂ നമ്മൾ പിന്നെ കൊച്ചിനോട് നമ്മൾ പതുക്കെ കൺവിൻസ് ചെയ്ത് ഹിപ്നോസിസ് ചെയ്തിട്ട് അതിനെ കൺവിൻസ് ചെയ്ത് കൊണ്ടുവന്ന് ഞാൻ ഓക്കെയാണ്. അങ്ങനെയാണ് കുട്ടികളെ അഡ്രസ്സ് ചെയ്യുന്നത്. ഈ ഹിപ്നോസിസത്തിന് ഇപ്പം മെസ്മരിസം എന്ന് പറയുന്ന ഒരു ടേം കേരളം പതിയെ കേട്ട് തുടങ്ങുന്നുണ്ട്. എത്ര പേരൊക്കെ അത് അറിയുമെന്ന് ഇപ്പോഴും അറിയില്ല. ഹിപ്നോസിസം തന്നെ ഈ അടുത്ത കാലത്താണ്. മെസ്മരിസം എന്താണെന്നുള്ളത് പറയുമ്പോൾ ഒരുപക്ഷെ അത് എത്രത്തോളം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എന്നാലും ജിനുവിന് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും? മെസ്മരിസം എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് മെസ്മരിസത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം നമ്മൾ സംസാരിച്ചൊരു വാക്കായിരുന്നു എനർജി. മെസ്മരിസം ഇസ് ബേസ്ഡ് ഓൺ എനർജി. എനർജി ഹീലിംഗ് ആണ്. ലോകത്തിലുള്ള എല്ലാ സംഭവത്തിനും എനർജി ഉണ്ട്. ഈവൻ പ്ലാന്റ്സിനടക്കം എനർജി ഉണ്ട്. ഇപ്പോൾ അത് ഈ ഹോമിയോപ്പത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയും. പ്ലാന്റ്സിൽ വൈറ്റൽ എനർജി അല്ലെങ്കിൽ വൈറ്റൽ ഫാക്ടർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ചെടികൾക്കാണെങ്കിലും ജീവികൾക്കാണെങ്കിലും. ഇപ്പോൾ പെർസിപ്പിറ്റേഷൻസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്ക് സ്വെറ്റിംഗ് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ചെടിയിൽ നമ്മൾ എടുത്തിട്ട് ചെടി റിപ്പീറ്റായിട്ട് ഒരു 2 ചെടികൾ എടുത്ത് വെച്ചിട്ട് ഒരു ചെടിയുടെ മൊത്തം അസഭ്യങ്ങൾ പറയും, ഇല്ലാത്തതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ള ചെടി കരിഞ്ഞു പോകും. പക്ഷേ മറ്റേ ചെടീനെ എടുത്ത് മാറ്റി വെച്ചിട്ട് പോസിറ്റീവ് വൈബ് കൊടുത്തു കഴിഞ്ഞാൽ അത് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കും. അതൊരു സയൻറ്റിഫിക്കലി എവിഡൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇതേ എനർജി നമുക്ക് ഈ പറയുന്ന ചെടികൾക്കുണ്ടെങ്കിൽ ദ സെയിം എനർജി ഈസ് ഇൻ ദ യൂണിവേഴ്സ്. ആ സെയിം എനർജി തന്നെയാണ് നമുക്കുള്ളത്. പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ പറയും, ഉറപ്പായിട്ട് എനിക്കറിയാം. ഇതാണ് മെസ്മരിസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആനിമൽ മാഗ്നറ്റിസം എന്ന് പറയുന്ന സംഭവമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആനിമൽ എന്ന് വെച്ചാൽ ആനിമൽ അല്ല, ആനിമൽ എന്ന് വെച്ചാൽ സോളാണ്. അതിന് മാഗ്നറ്റൈസ് ചെയ്യുക, അത് എനർജി ഹീലിംഗ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇതാണ് ആനിമൽ മാഗ്നറ്റിസം. ഇത് ഹീലിംഗ് ഹിപ്നോസിസിൻ്റെ ബിഗിനിങ് തുടങ്ങുന്നത് ഫ്രാൻസ് ആൻറ്റൺ മെസ്മർ എന്ന് പറയുന്ന മെസ്മരിസം ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ടേമിന് മുമ്പ് ഈ സംഭവം കൊണ്ടുവന്നത്. അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ഹീലിംഗ് ആണ്. ഈവൻ സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന പല പ്രാണി ഹീലിംഗ്, കപ്പിംഗ് മെത്തഡ്സ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നതും ഈ മെസ്മരിസം എന്ന് പറയുന്ന ഫോമിൽ നിന്നാണ്. കുറച്ചുകൂടെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ ഹിപ്നോട്ടിസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും നമ്മളെ ഒരു കോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് സബ് കോൺഷ്യസ് മൈൻഡ് ഉണർത്തിയിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ആളുകൾക്ക് എന്തായാലും മനസ്സിലാവും. മെസ്മരിസത്തെ നമ്മൾ എങ്ങനെയാണ് അത് പറയാം? രണ്ടും സെയിം ടൂൾ തന്നെ ഉള്ളൂ. മെസ്മറൈസ് ചെയ്തിട്ട് നമ്മൾ അവരെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഇതിനകത്തുള്ളൂ. നമ്മൾ മെസ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ട്രാൻസിലേക്ക് പോകും, ട്രാൻസ് സ്റ്റേറ്റിലേക്ക് പോകും. ട്രാൻസ് എന്ന് പറയുന്നത് ഹിപ്നോട്ടൈസ്ഡ് ആകുന്ന ഒരു അവസ്ഥേനെയാണ് ട്രാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മെസ്മറിസം ഉപയോഗിക്കുന്നത്, ഹിപ്നോസിസ് ഉപയോഗിക്കുന്നത്. മെസ്മറിസത്തിൽ ടച്ച് ചെയ്യണ്ട, ഹിപ്നോട്ടിസിൽ നമുക്ക് ടച്ച് ചെയ്തിട്ട് വേണം ഹിപ്നോട്ടൈസ് ചെയ്യാൻ. മെസ്മറിസ് ചിലപ്പോൾ നോക്കിയിരുന്നു ചിലപ്പോൾ മറിഞ്ഞു വീഴും. ചില നമ്മൾ കണ്ടിട്ടില്ല ചില സ്ഥലത്ത് നമ്മൾ അല്ല റിലീജിയസ് സ്ഥലങ്ങളെ തൊട്ട് കറങ്ങി അടിച്ച് വീഴുന്നു. എക്സാക്ട്ലി ഇത് സെയിം ആണ്. പക്ഷെ അത് ആൾക്കാർ എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നറിയോ? അത് റിയാലിറ്റി ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ്. അതിനെ നമ്മൾ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിനെ മനുഷ്യ സഹജമായിട്ട് 3 രീതിയിൽ റിയാക്ട് ചെയ്യും. ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രീസ്. ഇതിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബിലീഫ് സിസ്റ്റത്തിനെ ക്രാക്ക് ചെയ്യുന്ന ഇഷ്യൂ ആയതുകൊണ്ട് അവരതിനെ ഫൈറ്റ് ചെയ്തു. ചിലർ ഫ്ലൈറ്റ് ചെയ്യും, ചിലർ ഓടി ഒളിക്കും, ചിലർ ഫ്രീസ് ആവും. ഈ 3 റെസ്പോൺസാണ് നോർമലി നടക്കുക. അപ്പോൾ ഈ മെസ്മരിസം എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചാൽ തന്നെ ആൾക്കാർ ഇതിനെ തന്നെ ഈ രീതിയിൽ റിയാക്ട് ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ട്രാൻസ് സിനിമയെ പറ്റി ഇത്ര കൗണ്ടർ പറയുന്നതിൻ്റെ കാരണം അവർക്കത് റിസീവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിന് ഫാക്റ്റ് ഉണ്ട്, യാഥാർത്ഥ്യമാണത്. അപ്പോൾ മെസ്മരിസം എന്ന് പറയുന്നത് ഹിപ്നോട്ടിസം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ് ഹിപ്നോട്ടിസം. അപ്പൊ ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞോണ്ട് പറയാം. നമ്മൾ മണിച്ചിത്രത്താഴിൽ വലിയൊരു വേർഷൻ കണ്ടു അല്ലേ? അത് അല്ലേ നമ്മൾ ഹിപ്നോസിസം എന്താണെന്ന് മോഹൻലാല്
ഉണരൂന്ന് ഇങ്ങനെ ഈ ഒരു സാധനത്തിനകത്താണ് നമ്മൾ പിടിക്കുന്നത്. അതാണ് നമുക്കറിയണ ആകെയുള്ള മലയാളികളുടെ ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അതിനകത്ത് വേറൊരു രീതി പ്രയോഗിച്ചിരിക്കുന്നു അല്ലെ, അതുവരെ കാണാത്ത ഒരു രീതി. പെട്ടെന്നൊരു സണ്ണി വരുന്നു, അതിന് വളരെ വളരെ ലൈറ്റ് ആയിട്ടാണെങ്കിലും വളരെ ഹാർഡ് ആയിട്ടാണെങ്കിലും മലയാളിയുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു സാധനം. അപ്പൊ അത് ഹിപ്നോസിസം തന്നെയാണോ, അത് ഹിപ്നോസിസിന്റെ വേറെ ഏതെങ്കിലും ഭാഗമായിട്ടാണോ അത് ചിത്രീകരിച്ചിരിക്കുന്നത്? ഇതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന കഥാപാത്രം സണ്ണി, ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ഉപയോഗിച്ചിരിക്കുന്ന ഏജ് റിഗ്രഷൻ ആണ്. എന്തുകൊണ്ടാണ് അയാൾ ഈ പറയുന്ന മോഹൻലാൽ ഇപ്പോൾ മറ്റേ ഗംഗയുടെ ബാല്യം അന്വേഷിച്ച് എന്താണ് പുള്ളിക്കാരി ചെയ്തത്, ആ സമയത്ത് എന്തായിരുന്നു എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയതുണ്ടോ, അതാണ് നമ്മൾ ഏജ് റിഗ്രഷനിൽ യൂസ് ചെയ്യുന്ന സെയിം ടൂൾ. അത് കുറച്ച് സിനിമാറ്റിക്കലി കാണിച്ചിട്ടുള്ളൂ. അതിനുശേഷം ഇമോഷണൽ കെത്തർസിസ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ പ്രോബ്ലം വലുതാക്കി കാണിച്ചിട്ട് അതിന് നമ്മൾ എക്സ്ട്രീമായിട്ട് ബോസ്റ്റ് ഔട്ട് ചെയ്യും. അതാണ് പുള്ളിക്കാരി ആ ബോഡി കൊണ്ടിട്ടിട്ട് വെട്ടി 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 തീർത്ത ആ ഇമോഷണൽ കെത്തർസിസ് ചെയ്യാന്ന് പറയും. അത് കഴിയുമ്പോൾ ആൾ ഓക്കെ ആയി, റിലീസായി, ആ പ്രോബ്ലത്തിൽ നിന്ന് റിലീസായി. സെയിം സംഭവമാണ് നമ്മൾ ഏജ് റിഗ്രഷനിൽ ഞാൻ ചെയ്യുന്ന ഹിപ്നോസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോലെ ഇതുപോലെ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നില്ലല്ലോ, ഇങ്ങനെ അതിൽ നമ്മൾ വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി സിനിമാറ്റിക്കലി കാണിച്ചതാണെന്ന് വിശ്വസിക്കാം അല്ലെ? അങ്ങനെ ആയിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ തെറപ്പി ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ മരിച്ച ആളാണ്, നമുക്ക് മരിച്ച ഒരാളുടെ വിഷമത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ മരിച്ച ആളെ കണ്ടുപിടിച്ചാലും മരിച്ച ആളെ കാണിച്ചു കൊടുത്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മരിച്ച ആളായിരിക്കത്തില്ല, ഹാലൂസിനേറ്റ് ഹാലൂസിനേറ്റ് ചെയ്യിച്ചിട്ട് അവരുടെ ഇമോഷൻസിനെ എടുത്ത് കംപ്ലീറ്റ്ലി റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് അവർ തിരിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന് അവിടെ റീപ്രോഗ്രാം ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന ആളുകൾ ഞാൻ കൃത്യമായിട്ട് ഇതിന് ഞാൻ കണ്ടം ചെയ്യാൻ പറയാം. കാരണം ഒരിക്കലും നമ്മൾ ഈ പറയുന്ന ഇങ്ങനത്തെ ഹാലൂസിനേഷൻസ് കൊടുക്കരുത്. അത് ഇപ്പോൾ പുറം രാജ്യങ്ങളാണെങ്കിൽ സ്റ്റേജ് ഷോസ് ബാൻഡാണ്. പക്ഷെ ആ സിനിമയിൽ വളരെ വളരെ വൃത്തിയിൽ അത് ചെയ്തിട്ടുണ്ട്. കാരണം പാട്ട് സീനില് നമ്മളെ കാണിക്കുന്ന രംഗത്തിൽ അതിന്റെ യഥാർത്ഥ സീനും നാഗവല്ലി കാണുന്ന വിഷനിൽ വേറെയുമാണ് കാണുന്നത്. അത് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നേ ഇല്ല, വളരെ കൃത്യമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് അത്ര ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിനകത്ത്. അതിനുശേഷം വീണ്ടും മോഹൻലാൽ എന്ന് പറഞ്ഞ ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രം ഇവരെ ഈ സംഭവത്തിന് ശേഷം വീണ്ടും പോസ്റ്റ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും നിങ്ങളെങ്ങനെയാണ്, ഹാപ്പിയാണ്, ഇതാണ് സംഭവം പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നില്ലേ. ഇതൊക്കെ ചെയ്താലേ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഈ സ്റ്റേജിൽ കാണിക്കുന്ന പരിപാടി ഒറ്റയടി കണ്ണു തുറന്നും ഇങ്ങനെ മരിച്ച ആളെ കാണിച്ചു പോയിച്ച് ഷോ കാണിക്കാൻ വേണ്ടി ഒരുപാട് ചെയ്യാം. പക്ഷെ അത് ഭയങ്കര ഡേഞ്ചറാണ്. ഞാൻ പറഞ്ഞത് ഡേഞ്ചറാണത്. കാരണം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ഈ സ്റ്റേജ് ഷോസ് ഇങ്ങനെ കാണിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അതിനൊരു ബാക്കി പത്രോടെ ഉണ്ടല്ലോ, അത് ആ പ്രോബ്ലം എടുത്ത് കളിച്ചുമ്പോൾ കാണിച്ചിട്ട് കാര്യമില്ല. അതിനൊരു ബാക്കി ഇമോഷൻസ് എന്താണെന്നുള്ള എടുത്ത് കളയാതെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ സ്റ്റേജിൽ ഒരുപാട് കാണും, എനിക്കത് കാണുമ്പോൾ ചില സമയത്ത് ഭയങ്കര സങ്കടം തോന്നും. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണല്ലോ മെസ്മറിസം. ഏറ്റവും ടോപ്പ് ലെവലിൽ യൂറോപ്യൻ കൺട്രീസിലാണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അറിഞ്ഞു വരുന്നുള്ളൂ. അതെ, ഇവിടെയുള്ള മെന്റലിസ്റ്റുകൾ അത് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷെ അത് വലിയ തോതിൽ പോകുന്നില്ല. എന്നാലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇപ്പൊ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷോസ് ആണ്, ഞാൻ കുറച്ച് വീഡിയോസ് തരാം. ഞാൻ ചെയ്യുന്നതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവര് നമ്മൾ ചെയ്താലും നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് ആ തെറപ്പി കംപ്ലീറ്റ് ചെയ്തിട്ട് അവിടുന്ന് അവർ വിടുള്ളൂ. അല്ലെങ്കിൽ ആ ഇമോഷൻസ് എവിടെയെങ്കിലും അവിടെ മനസ്സിലുണ്ട്. ഇപ്പോഴാണെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷമായിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കണമല്ലോ, വ്യക്തിപരമായിട്ട് സിനിമയുടെ കഥകൾ ഒന്ന് ഷെയർ ചെയ്യാമോ? എല്ലാവർക്കും അറിയണ്ടാവില്ല, ഒരു പക്ഷേ വളരെ കുറച്ച് പേർക്ക് അറിയണ്ടാവുള്ളൂ. സിനിമ സംവിധായകരാണ് അല്ലെ, ഇതിന്റെ കൂടെ സിനിമയുമായി കണക്ട് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സിനിമയായിട്ടുണ്ട്, സിനിമേന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ്. ഞാൻ പറയാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ അത് ഓക്കെ, അതോട്ട് നിന്നോട്ടെ. പക്ഷെ എങ്കിലും അൾട്ടിമേറ്റ്ലി നമ്മൾ കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹിപ്നോതെറാപ്പിക്കാണ്. കാരണം അത് ഹിപ്നോസിസ് ആൻഡ് ഹിപ്നോതെറാപ്പി ഹീലിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോഴേക്കും അതൊരു ബ്ലെസ്സിങ് ആണ്. സിനിമയും ഒരു ബ്ലെസ്സിങ് ആണ്, ഒരിക്കലും അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു ഫീൽഡുണ്ട്. ഇപ്പം ഞാനിപ്പോൾ പുതിയൊരു പടം കൂടെ ചെയ്യാൻ വേണ്ടി പോകും. അത് ശരി, അപ്പം നല്ല വാർത്ത. അത് ഈ പറഞ്ഞ പോലെ ഈ ഹിപ്നോസിസുമായി ബന്ധപ്പെട്ടൊന്നും അല്ലല്ലോ അല്ലേ? അതോ അത് പറയാൻ പറ്റത്തില്ല, കഥ റിവീൽ ചെയ്തില്ല. അപ്പൊ ഇത് രണ്ടാമത്തെ സിനിമ മറ്റേ അല്ലേ, രണ്ടാമത്തെ സിനിമ എന്ന് പറയാം. ഈ സിനിമ ഈ ഹിപ്നോതെറാപ്പിസ്റ്റ് അയക്കുന്ന ഒരാള് കുറച്ചു കാലം IAS കോച്ചിങ്ങിന് പോയിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, സിവിൽ സർവീസ് കോച്ചിങ്ങിന്. പോയിട്ട് അല്ല, എന്നാലും പോയില്ലേ അല്ലേ? കുറച്ചു കാലം അതിന്റെ പിന്നാലെ ആ ഒരു ആഗ്രഹത്തിന് പിന്നാലെ സഞ്ചരിച്ചില്ലേ? അത് മമ്മി മരിച്ചതിന് ശേഷമാണ് എന്റെ ആഗ്രഹം മൊത്തം പോയത്. ഞാൻ മമ്മിക്ക് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും അത് പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത്. നമുക്ക് വേണ്ടിയിട്ടല്ല, കാരണം ഞാൻ അത്രത്തോളം സാമ്പത്തികമായിട്ടും
ഇമോഷണലി ഭയങ്കര പ്രശ്നങ്ങൾ കടന്നു വന്ന സംഭവം. കാരണം വീട്ടിൽ ഭയങ്കര കളിയാക്കലുകളും ഒന്നുമില്ല. ഈവൻ ഒരു ടോയ്ലറ്റ് പോലും വീട്ടിലുണ്ട്. ഞാൻ തുറന്നു പറയാം, ഒരു ടോയ്ലറ്റ് പോലും ഇല്ലാത്തൊരു വീട്ടിലായിരുന്നു ഞാൻ. ഇടുക്കി സാഹചര്യം എനിക്കറിയാം, നമുക്കറിയാലോ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വളർന്നു വന്ന. അപ്പോൾ ആ സമയത്ത് എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, നാട്ടിൽ അല്ലെങ്കിൽ എല്ലാവരുടെയും എൻ്റെ നാട്ടിൽ ഏറ്റവും പ്രൈഡായിട്ടൊരു വ്യക്തി ആയിരിക്കണം ഞാനെന്നൊരു ആഗ്രഹത്തിൽ ഞാൻ വേണ്ടി സിവിൽ സർവീസ് പഠിച്ചതാണ്. പക്ഷേ അത് മമ്മി മരിച്ചു കഴിയുമ്പോഴേക്കും പിന്നെ അതിൻ്റെ അതങ്ങ് കെട്ടുവിട്ടു. കാരണം മമ്മിയുടെ മരണശേഷം പിന്നെ മമ്മിക്ക് വേണ്ടിയിട്ട് ചെയ്തായിരുന്നത്, അത് നടന്നില്ല. അതിനുശേഷമാണ് പിന്നെ പല പല ഫീൽഡുകളിലേക്ക് ഇങ്ങനെ മാറി. അത് ഞാൻ ഇങ്ങനെ തുടങ്ങിയത്, അതായത് സിവിൽ സർവീസിന് പോകുന്നു, അത് കഴിഞ്ഞ് കുറച്ചു കാലം ഹിപ്നോസിസം ആ മേഖലയിലൂടെ പോകുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഈ അതിനിടയിൽ കൂടി അത് കഴിഞ്ഞിട്ടെന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഹിപ്നോട്ടിസം ഏകദേശം ഒരേ സമയത്താണ് സംഭവിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തത്. സിനിമാ മോഹം എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിൽ കയറിയത്? ഈ വിഷൻ കൂടുതൽ കാണുന്നുണ്ടാവോ? വിഷ്വലൈസേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സിനിമ വർക്കൗട്ട് ആവുന്നുള്ളൂ. വിഷ്വലൈസേഷൻ വേണം. ഇപ്പം നമ്മളൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്നുണ്ട്. പണ്ട് നമ്മൾ യേശു ക്രിസ്തു എന്നുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വന്നിട്ട് അന്ന് പ്രസംഗമായിരുന്നു, പ്രസംഗിച്ച് നമുക്ക് കൺവിൻസ്. ഇപ്പോഴാണ് വന്നിരിക്കുന്നത് പ്രസംഗിക്കാനെന്നേക്കാൾ ഏറ്റവും നല്ലൊരു സിനിമ ഡയറക്ടർ ആകുന്നല്ലേ, ഒരു കാര്യം കൺവിൻസ് ചെയ്യാൻ ഏറ്റവും നല്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നല്ലൊരു സിനിമ ഡയറക്ടർ ആയാണ് ഇപ്പോൾ ചിലപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഈ കാലഘട്ടത്തായിരുന്നെങ്കിൽ എന്ന് എൻ്റെ കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യം ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ എൻ്റെ കാഴ്ചപ്പാടാണ്. അപ്പൊ എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് സിനിമ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപാധിയാണ്. ഈ അതുപോലെ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസം എന്താണ്, എങ്ങനെയാണ് അത് ജിനു ചെയ്യുന്നത്? അത് ജിനുവിന്റെ മാത്രമാണോ അതോ അല്ലാതെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യത്തെ ജിനു ചെയ്യുന്നതാണോ? എങ്ങനെയാത്? ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത സാധനമാണ്. സാധാരണ ഞാനിവിടെ തെറപ്പി ചെയ്ത് കഴിയുമ്പോൾ ഈ ഹിപ്നോസിസ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി നമുക്ക് 1 or 2 hours കൊണ്ട് ഏജ് റിഗ്രഷൻ ചെയ്തിട്ടാണ് ഞാനായിരിക്കും ഞാനത് ചെയ്യുന്നത്. അത് എഫക്റ്റീവാണ്. ഒരു 3-4 സെഷൻസ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ എഫക്റ്റീവാണ്. സെയിം സംഭവം തന്നെ ഡീപ്പ് ഇമ്പാക്റ്റ് കൊടുത്ത് ചെയ്യാൻ വേണ്ടി ചിലർ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകൾ. ഇവർക്ക് ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ്. ഇപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വാഗമണിലേക്ക് കൊണ്ടുപോകും. വാഗമണിലാണ് നമ്മുടെ അവിടെ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് രാവിലെ ചെന്നിട്ട് രാവിലെ തന്നെ ഇവർക്ക് ഏജ് റിഗ്രഷൻ ചെയ്യും, ഫുൾ തെറാപ്പി ചെയ്യും. തെറാപ്പി ചെയ്തിട്ട് ഇവരെ കണ്ണ് കെട്ടി ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് കണ്ണ് കെട്ടിയിട്ട് വീണ്ടും ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ റിലീസ് ചെയ്യും. പിന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ എല്ലാം കണ്ണ് കെട്ടിയിട്ട് തന്നെയാണ്, കണ്ണ് തുറക്കത്തില്ല. അതിനുശേഷം നടക്കാനൊക്കെ കണ്ണ് കെട്ടിയിട്ട് നടക്കും. പിന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് കേട്ടോ, ടീമുണ്ട്. പിന്നെ ടോയ്ലറ്റിൽ പോകാൻ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേജ് ഏജ് റിഗ്രഷൻ കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകും. ലൈഫ് തെറാപ്പി എന്ന് പറയും. ലൈഫ് തെറാപ്പി എന്ന് വെച്ചാൽ ഇവരുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ട കാര്യങ്ങൾ 90 to 100 years വരെയുള്ള സംഭവം പ്ലേസ് ചെയ്യിപ്പിച്ചു കൊടുക്കും. ഇത് അവരുടെ ആഗ്രഹമാണ്, നീഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ പ്ലേസ് ചെയ്യിപ്പിച്ച് ഓരോ വിഷ്വലൈസേഷനിലേക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യിച്ച് കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറയും. വിഷ്വലൈസേഷൻ അല്ല, ഇമാജിനേഷൻ. വിഷ്വലൈസേഷൻ ഡിഫറെൻ്റ് ആണ്, ഇമാജിനേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇമാജിനേറ്റ് ചെയ്യിപ്പിച്ച് അതിൽ റിയലൈസ് ആക്കി കൊണ്ടുവരും. അപ്പോൾ ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ പ്ലേസ്ഡ് ആയി. ഇതിനൊപ്പം തന്നെ മ്യൂസിക് തെറാപ്പി ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ പോലും കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ട് കണ്ണുറക്കും. ഇതാണ് ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ? കോൺഷ്യസ് ആവും, ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും, വീണ്ടും കോൺഷ്യസ് ആവും. അതങ്ങനെ തിരിച്ചും മറിച്ച് അത് നമ്മളൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇനീഷ്യലി നമ്മൾ ഏജ് റിഗ്രഷൻ ചെയ്ത് അവരുടെ പ്രോബ്ലംസിനെല്ലാം നമ്മൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ മ്യൂസിക് തെറാപ്പി ഹീലിംഗിൻ്റെ നീഡ് ഉണ്ടാവും. മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് നമ്മളെല്ലാം ബോഡി ബാലൻസ്ഡ് ആകുന്ന മ്യൂസിക് തെറാപ്പീസാണ്. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഒരു കണ്ണടച്ചിട്ട് നമ്മൾ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ്. പക്ഷേ തെറാപ്യൂറ്റിക്കലി അത് ഹീൽ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഇമ്പാക്റ്റ് ഉണ്ടാകും. ഇതിലൂടെ മെസ്മറിസം ടൂളുകൾ ഉപയോഗിക്കും. ബോഡി ചക്ര ബാലൻസിങ് എന്ന് പറയും. ഈ ചക്ര ബാലൻസിങ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിൽ ചക്ര എന്ന് പറയുന്ന 7 ചക്രാസ് എന്ന് പറയുന്നത് നമ്മുടെ 7 ഗ്ലാൻസ് ആണ് സയൻസിൽ പറയുകയാണെങ്കിൽ. അത് ഹോർമോൺ ഇമ്പോക്ട് ചെയ്യുന്ന ഈ സ്റ്റേജിൽ ഈ ചക്രാസിനെയൊക്കെ ആക്റ്റീവ് ആക്കി എടുക്കുമോ? എങ്ങനെയാണ് അത് ചെയ്യുന്നത്? ഇത് മ്യൂസിക് വെച്ച് ചെയ്യാം, അതേപോലെ തന്നെ നമ്മൾ മെസ്മറിസം യൂസ് ചെയ്യാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന 2 കാര്യങ്ങൾ. അതിനകത്ത് മെഡിസിൻ കഴിക്കേണ്ട, മെഡിസിൻ കൊടുക്കുന്ന പരിപാടി ഇല്ല. ഈ സ്റ്റേജിൽ ഒന്നും നമ്മൾ മെഡിസിൻ ഉപയോഗിക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ല, എല്ലാം അല്ലാത്ത തരത്തിലുള്ള മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത് അതിന്റെ ആവശ്യമില്ലല്ലോ ചില കാര്യങ്ങളിലൊന്നും. പിന്നെ മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഞാൻ സാധാരണ തെറാപ്പിക്ക് എടുക്കാറില്ല. ഈ ഇങ്ങനെ പോയ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും കുറേ ഇൻസിഡൻസ് ഉണ്ടാവും എന്ന് എനിക്കറിയാം. എന്തെങ്കിലും നമുക്ക് പറയാൻ റിവീൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇൻസിഡൻസ് അങ്ങനെ നമ്മളെ വിട്ടുപോകാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലത് കഴിഞ്ഞു പോയി കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുന്ന ചില ഇൻസിഡൻസ്. സാധാരണ ഞാൻ തെറപ്പി കഴിയുമ്പോൾ സാധനം മറന്നു കളയും. ഇല്ലെങ്കിൽ അതെല്ലാം കൂടെ എനിക്ക് എടുക്കാൻ പറ്റില്ല.
ഒരുപാട് പ്രോബ്ലംസ് വരുമ്പോഴേക്കും നമ്മൾ ആങ്സൈറ്റി അടിക്കും. കാരണം ഈ പ്രോബ്ലംസ് റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇത്ര ഒരു തോട്ട്സ് മാത്രമേ നമുക്ക് ഫ്രീക്വൻസി പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ. മൈൻഡ് സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷേങ്കിൽ ചില സിറ്റുവേഷനിൽ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്തതിലാണ് എനിക്ക് ഏറ്റവും കൂടുതലൊരു ഭയങ്കര ഫീൽ കിട്ടിയത്. ഒരു കൊച്ച് ഞാനൊരു സ്കൂളിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇടുക്കിയിൽ തന്നെയാണ്. അപ്പോൾ ഞാൻ NSSൻ്റെ റിസോഴ്സ് പേഴ്സണാണ്, നാഷണൽ സർവീസ് സ്കീമിൻ്റെ. അപ്പോൾ സ്കൂളുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഒരു കൊച്ചിന് ഞാൻ ഹാലൂസിനേഷൻ, ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ കൊച്ചു ചോദിച്ചു എനിക്കൊന്ന് ഹാലൂസിനേഷൻ ചെയ്യിപ്പിക്കാൻ വന്നു. എന്താ നമ്മൾ ഹാലൂസിനേഷൻ അല്ല, എനിക്ക് എൻ്റെ ചേട്ടനെ ഒന്ന് കാണിച്ചു തരുമെന്ന്. എന്ത് പറ്റി? ചേട്ടൻ മരിച്ചു പോയതാണ്. അപ്പോൾ ഞാൻ പ്രിൻസിപ്പാലോട് ചോദിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നല്ല മിടിക്കുകയാണ്, നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ ഇവർക്ക് ഇങ്ങനൊരു പിടുത്തമുണ്ട്, ഒരു ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാരണം എന്ന് വെച്ചാൽ പറഞ്ഞു ചേട്ടൻ മരിച്ചു പോയി, ആക്സിഡൻറ്റിൽ മരിച്ചതാണ്. വീട്ടുകാർ ഈ കൊച്ചിന് വിഷമമാണല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ അടക്കണ സമയത്തൊന്നും കൊച്ചിനെ കാണിച്ചില്ല. ഭയങ്കര ട്രോമയായിരുന്നു. അപ്പോൾ ഞാൻ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, പ്രിൻസിപ്പൾ എല്ലാവരും ഉണ്ടായിരുന്നു. അത് ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യിപ്പിച്ചു, കൊച്ചിനെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഹാലൂസിനേറ്റ് ചെയ്യിപ്പിച്ചു. ഒരു സാറിനെ അവിടെ വിളിച്ചിരുത്തി. എന്നിട്ട് കണ്ണു തുറന്ന് കഴിഞ്ഞപ്പോഴേക്കും ചേട്ടനാണ് കൊച്ചി ആ ചേട്ടൻ്റെ ആ അധ്യാപകനെ കാലെ പിടിച്ച് കിടന്ന് പിടിച്ച് കാലൊന്നും വിടുന്നില്ല. എന്തൊക്കെയോ പറയുന്നറിയോ ചേട്ടാ എന്തിനാ വിട്ടു പോയെന്ന് വെച്ചിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും. അവിടെ നിന്ന് ടീച്ചേഴ്സും പ്രിൻസിപ്പാൾ അടക്കം എല്ലാവരും കാര്യം. കാരണം അത്രയും ഇമോഷൻസ് ആ കൊച്ച് ആ ചേട്ടനുമായിട്ട് പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വെച്ചുകൊണ്ടാണ് ആ കൊച്ച് ഇത്രയും കാലം ജീവിച്ചത്. അത് കഴിഞ്ഞപ്പോൾ കൊച്ച് എന്തോ മൊത്തം ഇറങ്ങിപ്പോയി, വെയിറ്റ് മൊത്തം ഇറങ്ങിപ്പോയി, ഫുള്ള് ഫ്രീ ആയൊരു ഫീലാണ്. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇൻസിഡൻറ്റാണ്. ആ കൊച്ചിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു പണ്ടത്തെ ആഗ്രഹമായിരുന്നു. അവൾ കളക്ടർ ആകാൻ വേണ്ടി ഭയങ്കര സിവിൽ സർവീസ് എഴുതാൻ ഭയങ്കര ആഗ്രഹമാണ്. അത് ഉറപ്പായിട്ട് എത്തിയിട്ടുണ്ടാവും, മിക്കവാറും എത്തും. ഞാൻ ട്രിഗർ ചെയ്ത് കൊടുത്തിട്ടാണ് പോകുന്നിരിക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹത്തിലൂടെ വർക്ക് ചെയ്തോളൂ. ഈ ഇമോഷനോട് പിടിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ പോകുന്ന പോലെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഒരു 10-25 കിലോ വെയിറ്റ് ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ ആയിരിക്കും. ഇതൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും. ഇതാണ് ഞാൻ മറക്കാത്തൊരു ഇൻസിഡൻറ്റ്, ഒരു കൊച്ചിനെ ഹാലൂസിനേറ്റ് ചെയ്യിപ്പിച്ചത്. ഇപ്പം ജിനു ഇപ്പോൾ സ്വയം ഇപ്പം പല ആളുകൾക്കും ട്രിഗർ ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ പല ആളുകളെയും ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സ്വന്തം നമ്മൾ എങ്ങനെയാണ് ഇത് ഹീൽ ചെയ്യുന്നത്? അല്ലെ എനിക്ക് ഇന്നൊരു അച്ചീവ്മെന്റ് എന്നുള്ളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ഗോൾ ഉണ്ടാവാത്ത വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അപ്പം ഇല്ലാത്ത ആളുകളും ഉണ്ട് കേട്ടോ, ഗോൾ സെറ്റ് ചെയ്യാത്ത ആളുകളും ഉണ്ട്. അപ്പോൾ ഈ ഉള്ള ആളുകളുടെ കാര്യം ഞാൻ ചോദിക്കാം. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ജിനു എവിടെയാണ് അതിങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്? എൻ്റെ ഫ്യൂച്ചർ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് കുറേ വർഷങ്ങൾക്ക് ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് അടിക്കി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കുറേ വർഷത്തേക്കുള്ള സംഭവം ഞാൻ പ്ലാൻഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പേഴ്സണൽ ആയതുകൊണ്ട് ഞാൻ പിന്നെ റിവീൽ ചെയ്യുന്നില്ല. അല്ല എന്താണെന്ന് പറയണ്ട, ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിലായിരിക്കുമല്ലോ നമ്മൾ ഓരോ ഗോൾ സെറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ ഈ ഒരു മെഡിറ്റേഷനോ ഒക്കെ ഉപയോഗിച്ച് അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സെൽഫ് ഹിപ്നോസിസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്ന ടൂള്. സെൽഫ് ഹിപ്നോസിസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു ചെറിയൊരു ടെക്നിക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ബോധം പറഞ്ഞു പോയിട്ട് നമ്മളിങ്ങനെ ആദ്യം പോകത്തൊന്നുമില്ല. സെൽഫ് ഹിപ്നോസിൻ്റെ ഏറ്റവും വലിയ സിമ്പിൾ ടെക്നിക്കാണ്. നമ്മുടെ വോയിസ് മോഡുലേഷനിൽ തന്നെ നമുക്ക് ഹിപ്നോട്ടൈസ് ആകാൻ പറ്റും. ഉദാഹരണം ചെയ്യാൻ പറ്റുമോ? ഞാൻ പറയാം. 100 താഴേക്ക് എണ്ണണം. എണ്ണുമ്പോൾ 100 പിച്ച് കൂട്ടി പറയണം, 99 പിച്ച് കുറച്ച് പറയണം. കണ്ണിങ്ങനെ മേലോട്ട് വയ്ക്കണം. പിച്ച് കുറച്ച് വരുമ്പോൾ കണ്ണ് പതുക്കെ വെയിറ്റ് ആവും. ഉദാഹരണം 100, 99, 98, ട്രൈ നോക്കി. ആൻഡ് പതുക്കെ ഒരു 90 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ടോട്ടലി തളർന്നു കഴിഞ്ഞ് റിലാക്സ്ഡ് ആവും. സെൽഫ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലായി. നമ്മൾ ഉറങ്ങാനൊക്കെ ഈ ടെക്നിക്സ് ഉപയോഗിക്കാറുണ്ടല്ലോ. അത് നമ്മൾ വോയിസ് മോഡുലേഷൻ. പക്ഷെ അവിടെ ചിലപ്പോൾ പ്രായോഗികമല്ലാത്തൊരു കാര്യം, ഈ കൗണ്ട് ചെയ്ത് ഉറങ്ങാൻ പറയുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ അത്രയും ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അത്രയും എന്താ പറയുക ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കുന്ന ടൈമിലായിരിക്കും ഇത് കൗണ്ട് ചെയ്യുക. പക്ഷെ നമുക്ക് ആ കൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക, അത് പിന്നെയും ഉറക്കം കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അത് ചിലപ്പോൾ പലപ്പോഴും പാളിപ്പോവാറുണ്ട് ഈ കൗണ്ട് ചെയ്ത്. അല്ല, ഞാൻ ഇത് നോർമലി ഒരു ഹിപ്നോസ്റ്റിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകൾ കേട്ടോ. ആങ്സൈറ്റി, സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ പറ്റത്തില്ല. അങ്ങനെ അവർക്ക് പറ്റത്തില്ല. അത് അപ്പോൾ ആങ്സൈറ്റി ഉള്ളവൻ കൗണ്ട് ചെയ്യുമ്പോൾ എന്തിനാ കൗണ്ട് ചെയ്യുന്നതായിരിക്കും ആദ്യം ചിന്തിക്കുന്നത്. അതെ ഇപ്പം നമ്മൾ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് ഉറങ്ങാൻ പറ്റാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയത്തൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നടന്നിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത്. അത് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് ടെൻഷനായിട്ടിരിക്കുന്ന ആളുകൾ സാധാരണ ചെയ്യുന്നത്, എൻ്റെ തെറാപ്പിക്ക് വരുന്ന ആളുകൾ പറഞ്ഞു സാറേ എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നു തീരുമാനമായെന്ന് വിചാരിച്ചാൽ. കാരണം ടെൻഷൻ വരുമ്പോൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും, നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി കണ്ണൊക്കെ അടിച്ച് ഫോക്കസ് ചെയ്ത് നമ്മൾ ഡ്രീംസിനെ സെറ്റ് ചെയ്യുന്നു വിചാരിച്ചോ. ഈ സമയത്ത് മുഴുവൻ ടെൻഷൻ ആയിരിക്കും ഈ മനുഷ്യന് ഉപബോധ മനസ്സിലേക്ക് കയറ്റി വയ്ക്കുന്നത്. ആ സ്ട്രെസ് മുഴുവൻ വീണ്ടും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറ്റി വയ്ക്കുക.
അപ്പോൾ സ്ട്രെസ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഫ്രീ ആകുക എന്നുള്ളത്, തോട്ട്സിനെ മാറ്റി റിലീസ് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷമേ നമ്മൾ ഹിപ്നോസിസോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ ചെയ്യാവുള്ളൂ. അതുകൊണ്ട് രാവിലെ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. രാവിലെ വലിയ കാര്യമായിട്ട് അന്ന് സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഉള്ള ദിവസമാണ് ഒരിക്കലും നിങ്ങൾ മെഡിറ്റേഷനോ ഹിപ്നോസിസോ ചെയ്യരുത്. സെൽഫ് ഹിപ്നോസിസ് ആ ഇഷ്യൂ നമ്മൾ അഡ്രസ് ചെയ്ത് കളയാതെ നമ്മൾ ഒരിക്കലും ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ട്രിഗർ ചെയ്യപ്പെടും. ഞാനൊക്കെ അങ്ങനത്തെ മണ്ടത്തരം ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് എന്തിട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ. ചെയ്യുന്ന പ്രശ്നങ്ങളും അന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ നോർമലി ഒരാൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ രീതിയിലുള്ള വലിയ മെഡിറ്റേഷൻ ഒന്നും അല്ല, എന്നാലും നമ്മളെല്ലാവരും ചെയ്യുന്ന പ്രാണായാമം പോലെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ മോർണിംഗ് ടൈമിലാണ് പിന്നെ എഫക്റ്റീവ് ആണ്. അല്ലാതെ നൈറ്റ് ആകുമ്പോഴത്തേക്കും പ്രശ്നമായി. 1 ഡേ ത്രൂ ഔട്ട് കഴിഞ്ഞിട്ടുള്ള ടെൻഷൻ മുഴുവനും ഉണ്ടാവുമല്ലോ. അതാ പറഞ്ഞത്. അപ്പോൾ വൈകിട്ട് കിടക്കുമ്പോൾ നമ്മൾ റിലാക്സ് ചെയ്ത് കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റ് റിലാക്സ് ചെയ്ത് കിടക്കണം എന്ന് പറയുന്നത് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല. കിടന്നുറങ്ങുന്നതിന് മുമ്പുള്ള സമയം നമ്മൾ ഫുൾ ടൈം ഫോണിലായിരിക്കും. അപ്പോൾ കാണുന്ന മുഴുവനും കണ്ടുവച്ചാലും കിടന്നുറങ്ങുന്നത്. അന്നത്തെ ദിവസം മുഴുവനും കിട്ടിയ ഇൻഫർമേഷൻ അന്ന് രാത്രിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ദിവസം മുഴുവൻ കിട്ടിയ ഇൻഫർമേഷൻ മുഴുവനും അത് കിടക്കുന്ന 1 മണിക്കൂർ മുമ്പാണെങ്കിൽ നമ്മൾ ട്രാൻസ് സ്റ്റേറ്റിലാണെന്നുള്ളതാണ് ഉറപ്പ്. അതുകൊണ്ടാണ് ട്രാൻസ് സ്റ്റേറ്റിൽ, ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്കാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ പോയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന നല്ല ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കിട്ടാൽ മതി. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു 99% സൊല്യൂഷൻ ഉണ്ടാവും അവിടെ. നമ്മൾ ആ സമയത്ത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും. ഒന്നുകിൽ ഭാര്യയായിട്ട് ഭർത്താവായിട്ട് വഴക്കുണ്ടാക്കിയിട്ട്, പിള്ളേരോട് വഴക്കുണ്ടാക്കിയിട്ട്, കാരണവന്മാരോട് വഴക്കുണ്ടാക്കിയിട്ടായിരിക്കും കിടന്നുറങ്ങുന്നത്. അല്ലെങ്കിൽ സ്റ്റാഫുമായിട്ടോ അല്ലെങ്കിൽ ഈവൻ മാനേജറുമായിട്ടോ കമ്പനിയായിട്ടോ ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഇത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ ഞാൻ അയാളെ ഇനി ശരിയാക്കും എന്നുള്ള മനസ്സിൽ വിചാരിച്ചിട്ട് കിടന്നുണ്ടെങ്കിൽ നേരം വെളുത്ത് തുടങ്ങിക്കോ നിങ്ങൾക്ക് തലവേദന ഉണ്ടാവും. ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. അന്ന് എന്തോ ഒരു പ്രത്യേക ദിവസമാണല്ലോ, അന്ന് ചെയ്യുന്ന കാര്യങ്ങൾ മുഴുവനും പോയിട്ടുണ്ടാവും. നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയമാണ് ഈ ഉറങ്ങിപ്പോകുന്ന സമയം. ഇത് ബയോളജിക്കലി ഉണ്ടാകുന്ന ഹിപ്നോസിസ് ആണെന്ന് വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? സെയിം സംഭവം തന്നെയാണ് നമ്മൾ ഓർഗാനിക്കലി ഇവിടെ നമ്മൾ ചെയ്യുന്ന ഹിപ്നോസിസ്. ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ ഇതിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന 2 ടൂളാണ്. ഒന്ന് മെസ്മറിസവും ഹിപ്നോസിസും. എനിക്ക് മനസ്സിലായി. എനിക്ക് കൺഫ്യൂഷൻസ് ഒന്നുമില്ല. മനസ്സിലായി. എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മുടെ ഹിപ്നോതെറാപ്പി റൂമിലേക്ക് വന്നാൽ മതി. ഓക്കെ. അപ്പൊ ഇനി എന്തൊക്കെയാണ് ഈ ഹിപ്നോസിസത്തിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ? അതായത് ഇപ്പൊ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ ജിനു. അതായത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് ഒരു വിട്ടുപോയൊരു ക്വസ്റ്റ്യനെ, അതായത് ഈ 50 years എന്ന് പറഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഒരുപാട് ചർച്ചയാവുന്ന ഒരു സമയമാണ്. ഇപ്പൊ ചർച്ചയല്ല, ഒരുപാട് പേര് അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇപ്പം മൊബൈൽ വന്നതുകൊണ്ടുകൂടി കുറേ ആശ്വാസം ഒരു തരത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ ബിസി ആയിരിക്കും, നമ്മുടെ പ്രായത്തിലുള്ളവരും കൊച്ചുമക്കളും ഒക്കെ ബിസി ആയിരിക്കുന്ന സമയത്തും ഇവരുടെ മെന്റൽ ഹെൽത്ത് ആരും ചിന്തിക്കാറില്ല. അവർ നമ്മ ചോദിച്ചാൽ അവിടെ ഇരുന്നാൽ പോരെ, അല്ലെങ്കിൽ അവർക്ക് പ്രായമായില്ലേ ഇനിയിപ്പോൾ എന്തിനാ അടങ്ങിയിരുന്നാൽ പോലെ എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് കുറേയൊക്കെ മാറി ചിന്തിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ എങ്ങനെ ഇത് ഹിപ്നോസിസം കൊണ്ട് എനിക്കറിയില്ല അത് എത്രത്തോളം ഹീൽ ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഏജിന്റെ പ്രശ്നമുണ്ട്, ഈ കൗൺസിലിംഗ് കുറേ പേര് കൊടുക്കുന്നുണ്ട്, അതും എഫക്റ്റീവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. എന്നാൽ പോലും അപ്പൊ നമ്മുടെ നാട്ടിൽ അതിനൊരു ഒരു ഒരു ചർച്ചയ്ക്ക് എത്രത്തോളം സാധ്യതയുണ്ട്, അല്ലെ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടിയിട്ട്? അവർക്ക് വേണ്ടി നമ്മൾ ഫോം ചെയ്ത ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് ഭയങ്കര എഫക്റ്റീവാണ്. അവർക്ക് ഭയങ്കരമായിട്ട് അത് ഇമ്പാക്ട് ചെയ്യാൻ പറ്റും. കാരണം അവർ ബ്ലൈൻഡ് ഫോൾഡ് ആയി കഴിയുമ്പോഴേക്കും അവർക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ട്. റിയലൈസ് ചെയ്ത് അവരെ നമ്മൾ കൺവിൻസ് ചെയ്ത് റിയലൈസ് ചെയ്ത് കൊണ്ടുവന്ന് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. എളുപ്പമാണത്. മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ ഡയറക്റ്റ്ലി വരുമ്പോൾ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അവർക്കത് ചിലപ്പോൾ
ചിലപ്പോൾ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാകാം, പല പല അസുഖങ്ങളുണ്ടാകും. ചിലപ്പോൾ ഡയബറ്റീസ് ആയിരിക്കാം, ഹാർട്ട് ഡിസീസ് ഉണ്ടാകും, അങ്ങനെ പല അസുഖങ്ങളായിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് ഇത് ഫോക്കസ് കിട്ടത്തില്ല. പക്ഷേ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് ചെയ്യുമ്പോഴേക്കും അവർ സ്വസ്ഥമാണ്, ശാന്തമാണ്, അവരൊന്നിനെ പറ്റിയും വറീഡല്ല. ആ സമയത്ത് അവരുടെ മനസ്സിനെ പതുക്കെ പതുക്കെ നമുക്ക് റീപ്രോഗ്രാം ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. കുറേയൊക്കെ മാറ്റം വരുത്താം. ഒരു 80% മാറ്റം നമുക്ക് വരുത്താൻ പറ്റും. 100% പറ്റിയിട്ടില്ലെങ്കിലും 80% മാറ്റം വരുത്താൻ പറ്റും. അതിൽ നല്ല മാറ്റം വന്ന ആളുകളുണ്ട്. മൊബൈൽ ഫോൺ കണ്ട് അവർക്ക് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെ പല ആൾക്കാരും പറയുന്ന അല്ല അത് അതുകൊണ്ട് അത് വേറെ തരത്തില്. പിന്നെ വേറെ തരത്തിൽ പറഞ്ഞാൽ അവരൊരു ഒറ്റപ്പെടലിന്റെ ലോകത്താണല്ലോ. അവർക്കൊരു കൂട്ടാണ് സത്യത്തിൽ പലപ്പോഴും. എന്റെയൊക്കെ അമ്മയൊക്കെ അത് ഞാൻ വിസിബിൾ ആയിട്ട് അത് ആഫ്റ്റർ റിട്ടയർമെന്റ് എന്നുള്ള ഒരു സാഹചര്യം വരുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാനില്ല സത്യത്തിൽ. മറ്റേത് എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും എന്തൊക്കെയോ ചെയ്യാനുണ്ടാവും. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ചെയ്യാനൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അപ്പൊ ഇത് വന്നപ്പോൾ ഒരു അടുത്തൊരു കൂട്ടുകാരൻ എങ്ങനെയാണ് ആ ഫീലായിപ്പോയി. ഇപ്പൊ നമ്മുടെ മക്കൾ അഡിക്റ്റ് ആവുന്ന പോലെ തന്നെ അവരും അഡിക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഞാൻ അവരുടെ അതും ഒരു മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ജീരിയാട്രിക് ഗ്രൂപ്പ് ഒരു പ്രത്യേക അതന്നെ ഞാൻ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടിയില്ല. ശരിക്കും നമ്മൾ ടേക്ക് കെയർ കിടക്കുക. നമ്മുടെ ഇവിടെ മാത്രമാണ് അവർക്ക് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ. പുറം രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം അച്ഛനെ പരിചയപ്പെട്ടു, US-ലുള്ള അച്ഛൻ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. അപ്പം അച്ഛൻ പറയുന്നത് 92ാമത്തെ വയസ്സിലും പള്ളിയിൽ ഡ്രൈവ് ചെയ്ത് വരുന്ന അമ്മച്ചീനെ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചു. നമ്മളിവിടെ പറ്റുമോ? നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിട്ടയർമെന്റ് എന്ന് പറയുന്നൊരു വാക്ക്, അതിന്റെ ആവശ്യമില്ല. ആരാ റിട്ടയർ ആകുന്നത്? 60 വയസ്സ് കഴിഞ്ഞാൽ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയറായി, ഇനി വീട്ടിലെവിടെയെങ്കിലും അടങ്ങി വന്ന് ഇരുന്നോ എന്ന് പറയുന്ന മക്കളുടെ ഒരു സാമമുണ്ട്. ഒരിക്കലും അതല്ല. അവർക്ക് ഫ്രീഡം ഉണ്ടല്ലോ. 60 വയസ്സ് കഴിഞ്ഞാൽ അവർ എക്സ്പീരിയൻസ് ചെയ്യണം ലൈഫ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചേട്ടൻ വന്നിട്ട് 70 വയസ്സിലാണ്. അത് വരണം എന്നുള്ളതാണ്. ഒരു ചേട്ടൻ ഇതേപോലെ വന്നിട്ട് പുള്ളിക്ക് 70 വയസ്സായി. ഫിസിക്കൽ റിലേഷൻഷിപ്പ് കല്യാണം കഴിച്ചതിന് ശേഷം ഭാര്യയുമായിട്ട് 3 തവണയാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളൂ. 70 വയസ്സ് വരെ ഫ്രസ്ട്രേഷൻ പിടിച്ചു വെച്ചോണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പുള്ളി പറയും, എന്ത് ചെയ്തിട്ടും പുള്ളിക്ക് പ്രശ്നം. ഞാൻ ചേട്ടൻ പോയി അടിച്ച് പൊളിക്കാൻ പറഞ്ഞു, ചേട്ടൻ ട്രിപ്പ് അടിക്കാൻ പറഞ്ഞു, നടക്കാൻ പോകാൻ പറഞ്ഞു, പല സ്ഥലത്തും ട്രാവൽ ചെയ്യാൻ പറഞ്ഞു, എല്ലായിടത്തും പോകാൻ പറഞ്ഞു. അപ്പോൾ സാർ ഇപ്പോഴൊന്ന് കെട്ടുവിട്ടത് എപ്പോഴാണെന്ന് പറയും. കാരണം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇമോഷൻസ് മുഴുവനും. ഈ പറയുന്ന ഒരു 70-60 വയസ്സ് കഴിയുന്ന നമ്മുടെ കാരണവന്മാർക്ക് പറ്റുന്നൊരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. ഇവരെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് അസുഖങ്ങളുണ്ടാവും, ഉണ്ടാവില്ലേ? ഈ മൊബൈൽ ഫോൺ, ഞാൻ മൊബൈൽ ഫോണിന് കുറ്റം പറയുന്നില്ല, പക്ഷേ എങ്കിൽ അത് ആശ്വാസം ഉണ്ടെങ്കിലും അത് നെഗറ്റീവായിട്ട് വൈബ് ചെയ്യുന്ന കാണിച്ചാൽ ഇവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് മുഴുവനും ഇരുന്നിട്ടായിരിക്കും. സ്വന്തം മുറിക്കകത്തിരുന്നിരുന്നിരുന്ന് കംപ്ലീറ്റ് ഡിപ്രസ്ഡ് ആവും, മൈൻഡ് തളർന്നു പോകും. ഇങ്ങനെയുള്ളവർക്ക് ഞാൻ ചെയ്യുന്ന പ്രോസസ്, ഞാൻ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് ആണ് ഏറ്റവും എഫക്റ്റീവ്. ഒരു ടൂർ പോകുന്നവർ കൊണ്ടുപോയിട്ട് മനോഹരമായ ഒരു സ്ഥലത്തെ കൊണ്ടുപോയിട്ട് അവർ ഭക്ഷണവും കാര്യങ്ങളെല്ലാം ടേക്ക് കെയർ ചെയ്ത് ഇവരെ നല്ല സൂപ്പറായിട്ട് മാനേജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാൻ ലൈഫ് റീപ്രോഗ്രാം. ഇതിനൊക്കെ സാഹചര്യം ഉള്ള ആളുകളുടെ കാര്യമാണ്. ഇതില്ലാത്ത ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത് എന്താണ് അറിയത്തില്ലാത്ത ആളുകൾ, അതാണ് ഒരു പ്രശ്നം. അതൊരു വലിയ അതാണ് നമുക്ക് ഈ മെന്റൽ ഹെൽത്തിന്റെ സംഭവം. ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ ഒരുപാട് ഇപ്പൊ മീഡിയ എന്നുള്ള ആൾക്കാർ കാരണം ഇതിന് വേണ്ടിയിട്ടൊരു ക്യാമ്പയിൻ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. നല്ല കാര്യം അത്. കാരണം നമുക്കൊരു മെന്റൽ ഹെൽത്ത് അവയർനെസ് നമ്മുടെ നാട്ടിലില്ല. അത് ഏത് ഏജ് ഗ്രൂപ്പിലും ഇല്ല. മെന്റൽ ഹെൽത്തിന് നമ്മളിപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു, നമ്മൾ എന്തിനാണ് രാവിലെ എഴുന്നേക്കുന്നു, ജോലി ചെയ്യുന്നു, പക്ഷെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നുമില്ല. സംസാരം പോയിട്ട് ചെയ്യുന്ന പോട്ടെ, സംസാരവും ഇല്ല, നമുക്കിടയിലില്ല. ഇപ്പം നമ്മളൊക്കെ ജോലി ചെയ്യുന്നവരാണല്ലോ, അപ്പൊ നമുക്കിടയിലൊന്നും ഈ വർക്കിംഗ് കൾച്ചറിനകത്ത് അങ്ങനെ ഒരു സാധനം ഇല്ല. നമുക്ക് ഈ കമ്പനി സൈഡിൽ നിന്ന് കൊടുക്കുന്ന സംഭവം തന്നെയാണ് എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന സംഭവം. മാനേജ്മെന്റ് ലെവലിൽ നിന്ന് കൊടുക്കുന്ന സംഭവമാണ്. നമുക്ക് ഏതൊരു കമ്പനി ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30-40% ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവനും ഇല്ലാവില്ല. ഒന്നുകിൽ സാലറി വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രഷറായിരിക്കാം, അതല്ലെങ്കിൽ ടാർഗറ്റ് അച്ചീവ്മെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ മറ്റു ഇഷ്യൂസുകളോടുകൂടി മിക്ക ആളുകളും ജോലി ചെയ്യുന്നവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഇത് നോക്കേണ്ടത് കമ്പനി മാനേജ്മെൻറ്റ് സൈഡാണ്. അവർ ചെയ്യേണ്ടതല്ലേ ഇതെല്ലാം. അവർ സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമേ പ്രൊഡക്ടിവിറ്റി ഹൈ ആവുള്ളൂ. സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് ആയാൽ പ്രൊഡക്ടിവിറ്റി ഹൈ ആയിരിക്കും. സ്റ്റാഫ് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഈ പറയുന്ന മാനേജർ സൈഡിൽ നിന്ന് എന്ത് ചെയ്തെന്ന് വിചാരിച്ചാലും കയറില്ല. വേറെ സ്റ്റാഫിനെ മാറ്റാൻ കയറുള്ളൂ. ഞാനിതെല്ലാം ചെയ്തു എന്നുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പം ഞാനിത് ചോദിക്കാൻ കാരണം ഇനി എന്തൊക്കെ ഇതുപോലെ എന്തൊക്കെ ചെയ്യാനാണ് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്നത്, അല്ലെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? നമ്മൾ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. ICMRO എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്റർനാഷണൽ കൗൺസിൽ ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ. നമുക്ക് റിസർച്ച് ടീമുണ്ട്. അപ്പോൾ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്ന സംഭവം, മെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു കാഴ്ചപ്പാടാണ് നമ്മുടെ നാട്ടിൽ. മാനസികമായിട്ട് സ്ട്രെസ്സോ ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ അവന് മാനസികമായ പ്രശ്നമാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അതിനകത്തൊരു തടസ്സമുള്ള ആളുകളുണ്ട്, അതിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്.
അങ്ങനെയുള്ളവർക്ക് നമുക്ക് ടെലിഫോണിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫ്യൂച്ചറാണ്. അപ്പോൾ അടുത്ത ഗ്രേഡിലേക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഓഫീസൊക്കെ തുടങ്ങി എറണാകുളത്ത്. അപ്പോൾ അവർക്ക് കോൾ ചെയ്തിട്ട് അവർക്ക് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ റിലീസ് ചെയ്യാം ഫസ്റ്റ്. അതിനുശേഷം പിന്നെ തെറാപ്പി വേണ്ട ആളുകളാണെങ്കിൽ മാത്രം തെറാപ്പിയിലേക്ക് പോയാൽ മതി. അപ്പോൾ അവർക്ക് ഓക്കെ ആയി. പിന്നെ ഈ പേരൻസ് ഉണ്ടെങ്കിൽ അവർക്ക് വിളിച്ച് സംസാരിക്കാം. ഒരു മനുഷ്യരോട് സംസാരിക്കാനോ ഫോൺ വിളിച്ച് സംസാരിക്കാനോ പോലും പറ്റാത്ത, ഒരു ആശ്വാസവാക്ക് കിട്ടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇരിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, ഈ പറയുന്ന ഡേറ്റിംഗ് ആപ്പ് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വിമുക്തമായിട്ട് പ്യുവർലി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നമ്മളിത് ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ICMR എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാം അടുത്ത ഉടനെ വരുന്നുണ്ട്. അത് നമ്മൾ അടുത്ത ഒരു വിഷനാണ്. പിന്നെ ഫ്യൂച്ചറിലാണെങ്കിലും നമ്മൾ ഇതേപോലെ തന്നെ പുതിയ പുതിയ പ്ലാൻസ് വേറെ ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിൽ വലിയ ടൂളുകൾ കിടപ്പുണ്ട്. സിനിമ വലിയൊരു ആഗ്രഹമാണ്. അത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനീഷ്യലി വരുന്ന പിന്നെ തുടർച്ചയായിട്ടുള്ളതാണ്. അത് വേണം, കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ചെറിയ ചെറിയ സംശയങ്ങൾക്ക് വലിയ വലിയ ഉത്തരങ്ങൾ തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെറിയ സംശയം എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുന്നത് വലിയ സംശയം. സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യനിലേക്കാളും വളരെ ഡിഫറെൻ്റ് ആയിട്ട്. അല്ല, നമുക്ക് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് കുറച്ചറിയുന്നതും കൂടുതൽ അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ അറിയുന്ന ഒരാളുടെ അടുത്ത് നിന്ന് അത് ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യമാണ്. നമുക്ക് മീഡിയയിൽ പറയാൻ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ലിമിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ ഇത് പറയുമ്പോൾ ഇതിന് എന്താണ് ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ സയൻറ്റിഫിക് ബേസ് ഉള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ക്ലാസ് നടക്കുമ്പോൾ 2 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്തായി സംശയമുള്ളവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ സയൻസ്. ഓക്കെ, കാരണം ഇത്രയും ഡീറ്റെയിൽ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ ചേഞ്ചസ് വരുന്നത്, ബോഡി ചേഞ്ചസ് വരുന്നത്, ഇമോഷണൽ ചേഞ്ചസ് വരുമ്പോൾ ഇങ്ങനെ പ്രശ്നമുണ്ട്, ഇതാണ് ഇങ്ങനെയാണ്. എനിക്കും ഇത്രയും സംശയം ഉണ്ടെന്ന് ഞാനും ഇപ്പോഴാട്ടോ ഐഡന്റിഫൈ ചെയ്തത്. ഇങ്ങനെ ചോദിച്ചു വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും സംശയം ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാനും ഐഡന്റിഫൈ ചെയ്യുന്നത്. ഏതായാലും നല്ലൊരു സെക്ഷൻ ആയിരുന്നു, നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. കുറച്ചു നേരം എന്താ പറയുക, വേറെ ഇത്രയും നാൾ നമ്മൾ ചെയ്ത സബ്ജക്റ്റിൽ നിന്നൊക്കെ മാറിയ ഒരു സബ്ജക്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കൗതുകം അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു ഫോർ യുവർ ടൈം ഓൾസോ. നിങ്ങളും ഒരുപാട് സമയം എടുത്താണ് ഇവിടെ വന്നിരുന്നത്. എൻ്റെ സമയത്തേക്കാളും നിങ്ങളുടെ സമയം വളരെ വലുതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്.